الحمد لله الحمد لله رب العالمين. الحمد لله الذي أنعمنا وأسعدنا بهذا المجلس المبارك، والصلاة والسلام على رسوله الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ KNMന്റെ സംഘടനാ സാരഥികളെ, നേതാക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിവിധ വിഷയങ്ങൾ പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയുള്ള പ്രതിമാസ വിജ്ഞാന സദസ്സിന് KNM താനാളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമാരംഭം കുറിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കേൾക്കുകയും പറയുകയും ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിലുപരി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ സമ്പൂർണമായൊരു പുനരാലോചന നടത്തി എത്രയും വേഗം എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ പണ്ഡിതൻ, നിങ്ങളുടെ സഹപ്രവർത്തകൻ, ഇത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങൾക്ക് ആവോളം ഗൈഡ് ലൈൻ നൽകിക്കൊണ്ടിരിക്കുന്ന സിദ്ദീഖ് അൻസാരി സൂചിപ്പിച്ചതുപോലെ പൊടുന്നനെ സംഭവിക്കാൻ സാധ്യതയുള്ള മരണത്തിന്റെ ഒരുക്കം നടത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയും നൈമിഷികതയും നിസ്സാരതയും നിസ്സഹായാവസ്ഥയും തിരിച്ചറിഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന പരലോകമോക്ഷവും അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുമ്പെയുള്ള ബർസഖിയായ ജീവിതത്തിനും ആനന്ദവും അർത്ഥവും പകരുന്ന വിധത്തിലുള്ള ജീവിതാവബോധത്തിലേക്ക് നമ്മൾ എത്തണം എന്നാണ് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി ആമുഖമായി വിഷയത്തിന്റെ മർമ്മമായി സംക്ഷിപ്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു സംസാരവും സദസ്സും സംഗമവുമാക്കി ഇന്നത്തെ നമ്മുടെ ഈ വിജ്ഞാന സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ സംസ്കരണമായി തൗഹീദി ബോധവും തവക്കുലുമായി അള്ളാഹു നമ്മിൽ സ്വാധീനിപ്പിക്കുന്നതാക്കി തീർക്കുമാറാകട്ടെ. ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്തുള്ള, വലിയ ദൂരമൊന്നുമില്ല, വയനാട് ജില്ലയിൽ സംഭവിച്ച ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മിലേക്കൊരു യാത്ര നടത്തി മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരിക്കുന്നതിലപ്പുറം ചിന്തിക്കുന്നതിലപ്പുറം ബീഭത്സകമായ ഭയചകിതമായ ആശങ്കാജനകമായ പലതും നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും എവിടെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ബോധത്തിലേക്കും തിരിച്ചറിവിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്തണം. അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് ചിന്തകളും ചർച്ചകളും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിനെ വിവിധ മേഖലകളിലേക്ക് അതല്ലെങ്കിൽ വൈരുദ്ധ്യമായി ദുരന്തങ്ങളെയും പരീക്ഷണങ്ങളെയും കൊണ്ടുപോകുന്ന ആളുകളെ അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജനനം, ജീവിതം, മരണം, മരണാനന്തരം. ഇതാണ് ലൈഫിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, അതിന്റെ കണ്ടിന്യൂറ്റി, അതിന്റെ തുടർച്ച. അതാ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഇവിടെ ജീവിക്കും. ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയത്ത് അവധി എത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, അവധി എത്തിയാൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ വയനാട് ദുരന്തത്തില് ആ ഒഴുക്ക് വന്നപ്പോ തന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി നിന്നു ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരംഗം നമ്മുടെ ഈലാഫിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ച, ആ ഈലാഫുമായി ബന്ധപ്പെട്ട റിലീഫ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അതിന്റെ ഒരു പ്രവർത്തകൻ പുറത്തുവിട്ട. അദ്ദേഹത്തിന്റെ വീട് ആ ഒഴുക്കിൽ ഒലിച്ചു പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം സുരക്ഷിതമാണ് എന്ന് വിചാരിച്ച് കയറി നിന്ന വീട് അദ്ദേഹത്തെയും കൊണ്ട് ഒലിച്ചുപോയി എന്നാണ്. ഫൗഖ തഖ്ദീറുനാ ലില്ലാഹി തഖ്ദീറു വഫൗഖ തദ്ബീറുനാ ലില്ലാഹി തദ്ബീറു. നമ്മുടെ കണക്കുകൂട്ടലുകൾ, നമ്മുടെ പ്ലാനിങ്ങുകൾ, നമ്മുടെ ആസൂത്രണങ്ങൾ, നമ്മുടെ കരുതലുകൾ, ഇതിനെല്ലാം അപ്പുറം പടച്ച റബ്ബിന് ചില കാൽക്കുലേഷൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കപ്പുറവും ലില്ലാഹി തദ്ബീറു, പടച്ച റബ്ബിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഏറ്റുവാങ്ങുകയേ നമ്മുടെ ഈ നശ്വരമായ മരണം വരിക്കുന്ന ഈ ജീവിതത്തിൽ നിർവാഹകമുള്ളൂ എന്ന ചിന്തയാണ് ഏറ്റവും വലിയ യുക്തി എന്ന് പറയുന്നത്. അഥവാ പടച്ച റബ്ബിന്റെ വിധിക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. ആ നടക്കുന്നതിൽ ഖൈറ് തേടുക. ഏതെങ്കിലും ഒരു തരത്തിൽ ജീവിതത്തിന്റെ പൂർണ്ണത സംഭവിച്ചിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന ഒരു ലോകം അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നത് ആലോചിച്ച് സമാധാനപ്പെടുക. ആ സമാധാനപ്പെടാൻ പാകത്തിൽ മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തുക. ഇതൊക്കെയാണ് ആത്മീയത നിർവഹിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളും പ്രവാചക വചനങ്ങളും ഒക്കെ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്റെ വിശ്വാസവും തൗഹീദും ശരിയാണ്. ഒരു തരത്തിലുമുള്ള ശിർക്ക് കലർന്ന വിശ്വാസം ഞാൻ വെച്ച് പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അന്ധവിശ്വാസങ്ങളിലും ആത്മീയ ചൂഷണങ്ങളിലും അകപ്പെടാത്ത വിധത്തിൽ പ്രവാചക പരമ്പരകൾക്ക് അനുസൃതമാകുന്ന വിധത്തിലുള്ള തൗഹീദി ബോധം ഞാൻ നിലനിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ നിർബന്ധമായി നിർവഹിക്കേണ്ട അനുഷ്ഠാന മുറകളും നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ പരീക്ഷണത്തിലൊന്നും ഞാൻ ചെന്ന് പതിക്കുകയില്ല. പെട്ടെന്നൊന്നും ഞാൻ അങ്ങനെ മരിച്ചു പിരിയുകയില്ല. ഒരു നോർമലായി കുറെ കാലം അങ്ങനെ ജീവിച്ചേ ഞാൻ മരിച്ചു പിരിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിക്കും, പരീക്ഷിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട്. അത് നമ്മൾ തിരുത്തണം. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ പരീക്ഷണം, ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് വയനാട്ടുകാർക്ക് മാത്രം ബാധകമുള്ള വിഷയമല്ല. ദുരന്തങ്ങൾ രോഗങ്ങളായും സാമ്പത്തിക ഞെരുക്കങ്ങളായും വേർപാടുകളായും ഉടപ്പിറപ്പുകളുടെ മരണങ്ങളായും അതേപോലെ പ്രളയങ്ങളായും നിപ്പയായും കോവിഡായും പല രൂപത്തിൽ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നമ്മുടെ ഈമാനിനെ കൂടുതൽ കൂടുതൽ പരിശോധിക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് നമ്മിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. അതിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, പടച്ച റബ്ബിന്റെ ഒരു നടപടിക്രമമാണത്. ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിലെ 1-2 സൂക്തങ്ങൾ അതിലേക്കാണ് വെളിച്ചം നൽകുന്നത്. കാരണം പല ആളുകളും ചോദിക്കുകയുണ്ടായി, യുക്തിവാദികൾ, നിരീശ്വര നിർമ്മതവാദികൾ, പരലോക നിഷേധികൾ, ദൈവനിഷേധികൾ, നിങ്ങളുടെ ദൈവം എവിടെ, ദൈവത്തിന്റെ കാരുണ്യം എവിടെ, എന്താണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ, ഇനി പ്രാർത്ഥന കട്ട് ചെയ്ത് പ്രവർത്തനം മതി എന്ന രൂപത്തിലുള്ള സ്റ്റിക്കറുകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ ആ സമയത്ത് പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. പടച്ച റബ്ബ് എവിടെയെന്ന് ചോദിച്ചാൽ പരീക്ഷണം, അങ്ങനെ ചോദിക്കാം. അള്ളാഹു എവിടെ, എന്താണ് ഇങ്ങനെ പരീക്ഷണം എന്ന് ആദ്യം അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹദീസുകളിലൂടെയും ആയാത്തുകളിലൂടെയും അള്ളാഹ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പരീക്ഷണവും ഈ ജീവിതത്തിൽ വരികയില്ല. നിങ്ങൾക്കൊരു പ്രയാസവും ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പടച്ച റബ്ബ് എവിടെ ദൈവം എവിടെ എന്ന രൂപത്തിലുള്ള ലിബറലിസ്റ്റുകളുടെ യുക്തിവാദികളുടെ പോസ്റ്റ്. അപ്പോൾ ആ പോസ്റ്റിലൊക്കെ പല ആളുകൾക്കും ആശങ്കയുണ്ടായി. ആശങ്ക എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനികളായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രമാണങ്ങൾ അറിയാത്ത ആളുകൾ, അതാരുമാകാം, ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തോ പുറത്തോ ഉള്ളവരാകാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, MSMന്റെയും ISMന്റെയും നമ്മുടെ കൗമാര യുവജന വിഭാഗങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആധുനിക സങ്കേതങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെയും മക്കളുടെയും ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ഫിത്രത്തിന്റെ ശുദ്ധ പ്രകൃതത്തിന്റെ ഭാഗമായി പടച്ച റബ്ബ് സന്നിവേശിപ്പിച്ച തൗഹീദി ബോധവും ദൈവചിന്തയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സദാചാരത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിത്താരയിലൂടെ മരിക്കുവോളം സഞ്ചരിച്ച് മരണാനന്തര ജീവിതത്തിൽ അനശ്വരമായ ജീവിത വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. ഇതെന്താ നിങ്ങളെ ഫോൺ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ അതൊരു ക്ലൈമാക്സ് ഫോൺ, അത് എടുക്കല്ലാന്ന് പറഞ്ഞു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാളിന് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ മൂപ്പർക്ക് ഞങ്ങൾ അത്താണി കൂട്ടായ്മ സഹകരിക്കുന്നത് ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംവിധാനമുണ്ട്, അനാഥ വിധവ പ്രവർത്തന മേഖല, ഡോക്ടർ അബ്ദുൽ അഹദും അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അപ്പോൾ മൂപ്പര് ഒറ്റപ്പാലത്ത് ഇത് ലൈറ്റിൻ്റെ സംഗമം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പേഷ്യൻറ്റിന് അവിടുന്ന് ഒരു 50,000 ഇയാളുടെ അടുത്ത സർജറിക്ക് വേണ്ടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇയാളെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിർത്തിയതാണ്. അപ്പോൾ അഹമ്മദിനെ അവിടുന്ന് പുറപ്പെടുമ്പോൾ അത് ഇവിടെ വന്ന് വാങ്ങാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഖൈറ വൈൻ തക്കറഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വൈൻ തുഹിബ്ബു ഷൈഅൻ ഫഹുവ ഷർറുൽ ലക്കും എന്ന് പറഞ്ഞാൽ അതിലൊരു ഖൈറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയില്ല എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതിന് യുക്തിവാദികൾക്കുള്ള മറുപടി അതാണ്. നിങ്ങളെ പരീക്ഷിക്കുകയില്ല, നിങ്ങൾക്ക് പ്രയാസവും പരിഭവങ്ങളൊന്നും ഉണ്ടാകൂല ഈ ലോകത്ത് എന്ന് അല്ലാഹ് ഏതെങ്കിലും ആയത്തിലോ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാമായിരുന്നു അല്ലാഹ് പറഞ്ഞ വാഗ്ദാനം അല്ലാഹ് തെറ്റിച്ച്. കാരണം ഒരു പരീക്ഷണത്തിന് ഇസ്ലാമിക ഉമ്മത്ത് വിധേയാകൂല, വിശ്വാസികൾ വിധേയാകൂല, പെട്ടെന്ന് മരിച്ചു പോകൂല, ഉരുൾപൊട്ടലിൽ അകപ്പെടൂല, പ്രളയത്തിൽ അകപ്പെടൂല, കോവിഡ് ബാധിച്ച് മരിക്കൂല, ക്യാൻസർ ബാധിച്ച് മരിക്കൂല, കിഡ്നി ഫെയിലർ സംഭവിക്കൂല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അള്ളാഹു എന്താ പറഞ്ഞത്? അതാണ് 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 1-2 സൂക്തത്തിൽ, മനുഷ്യർ വിചാരിക്കുകയാണോ, മൊത്തത്തിൽ സർവരെ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹ് പറഞ്ഞത്, എല്ലാവരും പൊട്ടു. അഹസിബന്നാസ്, മനുഷ്യർ വിചാരിക്കുകയാണോ, ആ യുത്രക്കു, അവർ ഉപേക്ഷിക്കപ്പെടുമെന്ന്. അയ്യഖൂലു, ഇനി ആ മനുഷ്യരിൽ നിന്ന് പറഞ്ഞ ആളുകളെ പ്രത്യേകിച്ച്, അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹുവേ നിന്റെ ഏകത്വം അംഗീകരിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതെ തൗഹീദി വിശുദ്ധിയോടെ ജീവിക്കാം എന്ന് ഞങ്ങൾ ഇതാ അംഗീകരിച്ചിരിക്കുന്നു, അതിനാ ഒരർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് നമ്മുടെ വാദമെങ്കിൽ അള്ളാഹ് പറയാൻ, അങ്ങനെ തൗഹീദും അനുഷ്ഠാന മുറകളും തസ്കിയത്തും തർബിയത്തും തഖ്വയും ഒക്കെ കൈമോശം വരാതെ വരുത്താതെ മുന്നോട്ട് പോകുന്ന ഈമാനും ഇസ്ലാമിക ബോധം നമുക്കുണ്ടെങ്കിലും അള്ളാഹ് പറയാണ് വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടുകയില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അപ്പോൾ പരീക്ഷണം ഉറപ്പാണ്, പ്രയാസങ്ങൾ ഉറപ്പാണ്, അതിൽ ലാ ശക്ക ഫീ, there is no doubt, ഒരാൾ സംശയിക്കണ്ട. ആർക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് വന്ന് പിടിപെടുക എന്ന് പറയാൻ കഴിയില്ല. നമ്മളുടെ ഒക്കെ ശരീരത്തിൽ കോശ വ്യതിയാനങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു ക്യാൻസർ കോശങ്ങൾ ആ ഒരർത്ഥത്തിൽ ആയി മാറാൻ കുറച്ച് സമയം കൂടി എടുക്കും എന്ന് മാത്രം. ലക്ഷക്കണക്കിന് ന്യൂറോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നെഫ്രോണുകള് നമ്മുടെ കിഡ്നിയിലെ അതിന്റെ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഏത് സമയത്തും അതിന് ഫെയിലർ സംഭവിച്ച് ഡയാലിസിസിന് വിധേയമാകാം. വെയിറ്റ് ആൻഡ് സീ, റോഡ് മുറിച്ച് കടക്കുന്നത് പോലെയാണ്. മുറിച്ച് കടക്കുന്ന സമയത്ത് റോട്ടിൽ ആ സ്പോട്ടിൽ വാഹനം വന്ന് നമ്മെ ഇടിക്കാത്ത വിധത്തിൽ നമ്മൾ മുറിച്ച് കടക്കുന്നു എന്ന് മാത്രം. എന്നാൽ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന് ലോറിയും ബസ്സും ബൈക്കും ഓട്ടോറിക്ഷയും കാറും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല.
ജീവിതമെന്ന റോഡിന്റെ രണ്ട് സൈഡിൽ നിന്ന് ദുരന്തങ്ങളായി, ഉരുൾപൊട്ടലായി, പ്രളയമായി, വെള്ളപ്പൊക്കങ്ങളായി, തീപിടുത്തമായി, ആക്സിഡന്റായി, അസുഖങ്ങളായി, സാമ്പത്തിക ഞെരുക്കങ്ങളായി വിവിധ വാഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിലേക്ക് എത്തിയിട്ടില്ല, പലരുടെ അടുക്കലും അത് എത്തി. ചില ആളുകൾ അതിൽ മരിച്ചു പിരിഞ്ഞു, ചില ആളുകൾ ആ പരീക്ഷണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിജീവിക്കുന്നതിന് വേണ്ടി പല ഭാഗങ്ങളും പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഈ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അത് ഷുവറാണ്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ കാത്തിരിക്കണം. എന്നാ ടെൻഷൻ ഉണ്ടാവില്ല, എന്നാ നമുക്ക് ആർക്കും പ്രയാസം ഉണ്ടാവില്ല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയി മാറും, എനിക്ക് കിഡ്നി ഫെയിലർ സംഭവിക്കും, എനിക്ക് വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ ഒരു വലിയ പരീക്ഷണവും ദുരന്തവും ഏറ്റുവാങ്ങേണ്ടി വന്നാൽ എന്റെ അനശ്വര ജീവിതം, അലംഘനീയമായ അനന്തമായ അവസാനിക്കാത്ത എന്റെ പരലോക മോക്ഷത്തിന്റെ വലിയ ഒരു കടമ്പ ഈ ലോക ജീവിതത്തിൽ എനിക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ പല വിധത്തിൽ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞത്. ആ ആയത്ത് ഉൾപ്പെടുത്തിയ ഒരു ആർട്ടിക്കിൾ ഈ അടുത്തത്തെ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന് ഇസ്ലാമിക ഉമ്മത്തിന്റെ സവിശേഷത ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖന. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഒരു ന്യൂസ് പേപ്പറാണ്. ആ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറില് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്, സൂറത്തുൽ മആരിജിലെ സൂക്തങ്ങളെ, വിവിധ സൂക്തങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പരീക്ഷണങ്ങളെ, പ്രശ്നങ്ങളെ, വല്ലായ്മകളെ, ഇല്ലായ്മകളെ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ആശയ പ്രകാശനത്തിലൂടെ എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക, പരീക്ഷണം ഏറ്റുവാങ്ങുന്നവർക്കും അതേപോലെ തന്നെ പരീക്ഷണം ഏറ്റുവാങ്ങാതെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും ആ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ട് പ്രായോഗികമായ പരിഹാരത്തിലേക്ക് എത്തിച്ചേരുക എന്നതിന്റെ ഖുർആനിക വഴിയെക്കുറിച്ച് ആ ലേഖനം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കോളമിസ്റ്റും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന പ്രിൻസ് ജോസഫ് ദ ഹിന്ദുവിൽ ആർട്ടിക്കിൾ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം പിന്നെ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹ് ഇത് പണ്ടേ പറഞ്ഞത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തീർച്ചയായിട്ടും വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും നൂന് തൗക്കീദാണ്. അറബി അറിയുന്ന ആളുകൾക്ക് അറിയാം. നൂന് തൗക്കീദ് എന്ന് പറഞ്ഞാല് ലാമു തൗക്കീദ് എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രെസ് ചെയ്ത് അത് എന്തായാലും ഇറ്റ് വിൽ ഹാപ്പൻ, ഷുവർ, എന്തായാലും സംഭവിക്കും എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ സംഭവിക്കാൻ പാടില്ല. മുസ്ലിമായിട്ട് നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ, അങ്ങനെയെങ്കിലേ പരലോക മോക്ഷ വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അതേ നൂന് തൗക്കീദാണ്. വലനബ്ലുവന്നകും, തീർച്ചയായിട്ടും നാം നിങ്ങളിൽ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് പരീക്ഷണം ഉണ്ടാകും അല്ലെ? 2 മണിക്കൂർ ഉരുൾപൊട്ടി, പിന്നെ 4 മണിക്കൂർ ഉരുൾപൊട്ടി. അങ്ങനെ മനുഷ്യർക്ക് ഭയം ഉണ്ടാകുന്ന രംഗങ്ങള് അതൊരു ഉരുൾപൊട്ടൽ മാത്രമല്ല, പിന്നെയും നമ്മളെ ഭയപ്പെടുത്തി പടച്ച റബ്ബ്, നമ്മളിങ്ങനെ വിചാരിക്കാതെ കഴിഞ്ഞൊരു കുഴപ്പമൊന്നുമില്ലാന്ന് നമ്മുടെ പരിസരങ്ങളിലടക്കം അല്ലെ, വയനാട്, കോഴിക്കോട്, മലപ്പുറം അല്ലെ, കോഴിക്കോടിന്റെ താമരശ്ശേരി ഏരിയകള്, അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഒരു ശബ്ദമുണ്ടായി. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോവുക എന്നതില് വലിയ ആശങ്ക നമുക്കുണ്ട് അല്ലെ? എന്തും സംഭവിക്കാം എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയോ എന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പടച്ചറബ് കാണിച്ചു തരികയാണ്. അല്ലാഹു ഭയം കൊണ്ട് നമ്മളെ പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പടച്ചറബ് പരീക്ഷിക്കും. അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വേർപാട് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് ഐഹിക ജീവിതത്തിലെ സാക്ഷരത നേടിയിട്ട് ക്ഷമ, സഹനം അവലംബിക്കുകയാണ് എങ്കിൽ അതാണ് അല്ലദീന ആമനു. തീർച്ചയായിട്ടും അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത്, എന്ത് പ്രയാസം, എന്ത് പരീക്ഷണം, ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ഏറ്റുവാങ്ങേണ്ടി വന്നാലും തീർച്ചയായിട്ടും വിശ്വാസിയുടെ നിലപാട് എന്താണ്? അവരെന്താണ് പറയുക? ഞങ്ങൾ പടച്ച റബ്ബിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങാനുമുള്ളവരാണ് എന്ന്. അതാണ് ഷാക്കിറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടിട്ട് അവൾ അവസാനം പറഞ്ഞത് അവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും, ഇനി ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റിപ്പണിയതിന്റെ പിന്നിൽ മതത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. വിശിഷ്യ ദുരന്തങ്ങൾക്കിടക്ക്, പരീക്ഷണങ്ങൾക്കിടക്ക്. ഇൻഷാ അല്ലാഹ് ബാക്കി ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം നമുക്ക് സംസാരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്.
ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജമാഅത്ത് നമസ്കാരത്തിന് മുമ്പ് നമ്മൾ സംസാരിച്ചു വെച്ച വിഷയത്തിന്റെ തുടർച്ച കുറച്ച് സമയം കൂടി ഇൻഷാ അല്ലാഹ് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത്, മനുഷ്യരുടെ അഥവാ നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അതല്ലെങ്കിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമാകും. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് തെറ്റി മാറുക, ഒഴിഞ്ഞു മാറുക, പരീക്ഷിക്കപ്പെടാതിരിക്കുക എന്നൊരവസ്ഥ നമുക്കുണ്ടാകൂല. അതിന് ഒരു നിലക്കും പരീക്ഷിക്കപ്പെട്ടില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ വാർദ്ധക്യം തന്നെ ഒരു പരീക്ഷണമായിട്ട് മാറും. എൻ്റെ നാട്ടില് ഞാൻ കഴിഞ്ഞ വരവില് 1-2 രോഗികളെ വിസിറ്റ് ചെയ്തു. അപ്പൊ അവര് എൻ്റെ മനസ്സിൽ എപ്പോഴും പള്ളിയിലൊക്കെ പോകുന്ന നല്ല ഒരു ജെന്റിൽമാൻ ലുക്കിൽ എന്നറിയില്ല, നല്ല വൃത്തിയിലും വെടിപ്പിലും പ്രായമായിട്ടുണ്ടെങ്കിലും നല്ലൊരു മട്ടത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ആളുകളാണ്. പക്ഷെ ഞാൻ പോയി അവരെ വീട് സന്ദർശിച്ച് ആ രംഗം കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി, പ്രയാസമായി. പക്ഷേ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതൊരു ഹൈറായിരിക്കും. അങ്ങനെ മൂക്കിലൊക്കെ ട്യൂബിട്ട് കിടക്കുകയാണ്. അപ്പൊ ആ കട്ടിലും അദ്ദേഹത്തിന്റെ കയ്യും കാലൊക്കെ കൂട്ടി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മൾ ഈ പാലിയേറ്റീവ് വർക്ക് ചെയ്യണോണ്ട് ഏതാണ് സ്റ്റേജ്? അപ്പൊ അവര് മൂക്കിൽ പൈപ്പ് ഇട്ടുകൊണ്ട് കൈ അഴിച്ചു കഴിഞ്ഞാൽ ആ മൂക്കത്തെ പൈപ്പ് വലിക്കും. ആ ഭക്ഷണം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഭക്ഷണം കഴിക്കൂല. വായിലേക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തുപ്പിക്കളയും. അപ്പൊ ഇതെല്ലാം നിവർത്തിയില്ല, കാരണം ഉത്തരവാദിത്തമുള്ള ഒരു ഫാമിലിയാണ്, പരിചാരകർ. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പൊ അദ്ദേഹത്തിന് വലിയ ഒരു മേജർ ആയിട്ടുള്ള അസുഖമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അവസാന ജീവിതത്തിന്റെ നമ്മുടെ ഈ സായാഹ്ന സമയം എന്നൊക്കെ പറയും, ആ സമയത്ത് ഒരു സ്ട്രോക്ക് ബാധിച്ച് ആ സ്ട്രോക്കിനോടനുബന്ധിച്ചുള്ള പ്രയാസത്തിലാണ്. അതേപോലെ ഞാൻ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഇതേപോലെ എൻ്റെ വീടിൻ്റെ ഒക്കെ കുറച്ച് അപ്പുറത്തുള്ള വീട്ടിലുള്ള, അവിടെയും ഇതേപോലെ തന്നെ അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് എന്നെ വിളിക്കണത്. പിന്നെ ബേബി ഹോസ്പിറ്റലിൽ അവിടെ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്തെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് ആകെ പ്രയാസത്തിലാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇവിടുന്ന് കൊണ്ടുപോകാനാണ്, പെട്ടെന്ന് റിക്കവർ ആകൂല, ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കാലം ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ഞാൻ ചിന്തിച്ചു, നല്ല രൂപത്തിൽ ഇങ്ങനെ ഞാൻ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരിക, അല്ലെങ്കിൽ ഞാൻ അങ്ങാടിക്ക് പോകുമ്പോൾ അങ്ങാടിയിൽ നിന്ന് അദ്ദേഹം അങ്ങോട്ട് വരിക, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അങ്ങാടി നിന്ന് ഇങ്ങോട്ട് മടങ്ങുമ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ടൊക്കെ കണ്ട് സലാം പറഞ്ഞു പോണേ, അങ്ങനെ സന്തോഷമൊക്കെ പങ്കിട്ട് പരസ്പരം സംസാരിച്ച് പിരിഞ്ഞു പോണ ആളുകൾ. അപ്പൊ അവരുടെ ജീവിതം ഒരു പ്രത്യേക സ്റ്റേജിലൂടെ മാറ്റപ്പെടുകയാണ്, ആയിത്തീരുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ആരിലും ഏത് രൂപത്തിലുള്ള പരീക്ഷണവും സംഭവിക്കാം എന്നത് നമ്മൾ മുൻകൂട്ടി കാണണം. നമ്മളൊന്നും ഇതിന്ന് ഒഴിവല്ല. നമ്മളിങ്ങനെ വിചാരിച്ച് നമുക്കൊരു 80 വയസ്സ്, ഒരു 70 വയസ്സ്, 100 വയസ്സ് വലിയൊരു പ്രയാസമില്ലാതെ സെഞ്ചുറി അടിച്ച് വിരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹം അല്ലേ, വലിയൊരു അല്ലലോ അലട്ടലും ഇല്ലാതെ നല്ലൊരു സമ്പന്നനായ മനുഷ്യൻ ഞങ്ങളെ പഞ്ചായത്തിൽ, ഞങ്ങളെ പാലിയേറ്റീവൊക്കെ സഹകരിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ ഈ കൊളോൺ ക്യാൻസർ എന്നറിയാം, വയറിലെ കുടലിലും അതേപോലെ മലാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസർ, അതിൽ വയറിന്റെ ക്യാൻസർ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. സമ്പത്ത് എത്ര ഉണ്ട്, ഏത് ചികിത്സയും എത്തിപ്പിടിക്കാൻ കഴിയും. പക്ഷെ എന്നിട്ട് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് ഈ ലോകത്ത് എന്ന ബോധം നമുക്കുണ്ടാകണം. അതാണ് മതം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ പരീക്ഷണത്തിന് ഒഴിവല്ല. പതച്ച റബ്ബിനെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വം ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക്, യുക്തിവാദികൾക്ക്, ദൈവനിഷേധികൾക്ക് ബദലെന്ത് സംവിധാനം പറയാനുള്ളത്? അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷിച്ച് ഈ ലോകം കൊണ്ട് തന്നെ അത് ഇങ്ങനൊക്കെ തന്നെ ഒടുങ്ങി തീരാണെങ്കിൽ അപ്പൊ നമുക്ക് പറയാം, വിൽ ബി നോട്ട് ദെയർ ഫുൾഫിൽനെസ് ഓഫ് ലൈഫ്. ഒരു ജീവിതത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ജീവിത കാഴ്ചപ്പാട് ശരിയല്ല എന്ന് പറയാം. അപ്പൊ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ എത്രയോ ചിന്തിച്ചു പോയി. കാരണം നമ്മളൊക്കെ വിശ്വസിക്കുന്ന പരലോക ജീവിതത്തിന്റെ റെലവൻസ്, അതിന്റെ ഒരു പ്രസക്തി, അതിന്റെ ഒരു യുക്തിഭദ്രത നമുക്ക് തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാ ശരിക്കും. കാരണം നമ്മെപ്പോലെ തിങ്കളാഴ്ചയാണ് എൻ്റെ ഓർമ്മ, ഒരു തിങ്കളാഴ്ച രാത്രി 2 ആഴ്ച മുമ്പ് തിങ്കളാഴ്ച രാത്രി നമ്മെപ്പോലെ ഉറങ്ങിയവരാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ പ്രഭാതത്തെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചവരുമാണ്. അതിൽ എത്രയോ കുട്ടികൾ അവരൊക്കെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും. കൂലിപ്പണിക്കും അതേപോലെ തന്നെ വിവിധ ജോലികൾക്കും പോകുന്ന ആളുകൾ തലേന്ന് രാത്രി അതിന്റെ തർത്തീബുകൾ നടത്തിയിട്ടുണ്ടാകും. ദീർഘയാത്ര പോകുന്ന ആളുകൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. നമ്മെപ്പോലെ ഒരു നാട്ടില് മുണ്ടക്കൈ ചൂരൽ പ്രദേശം എന്നൊക്കെ പറയുന്ന സ്ഥലം നമ്മുടെ നാട് പോലെ ഒരു നാടാണല്ലോ അതും.
നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ ഒരുപാട് നാട്ടുകാർ ജീവിക്കല്ലേ. ഇപ്പൊ സ്വാതന്ത്ര്യദിനൊക്കെ ആഘോഷിച്ചപ്പോ അവിടെ ആ സ്ഥലത്തുള്ള എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, വെള്ളറ ഒരു സ്കൂളുണ്ട്, ആ സ്കൂൾ തന്നെയല്ലേ അവിടെ. അവര് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് സ്വാതന്ത്ര്യദിനം. അവരാരെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടാകുമോ 2024 ഓഗസ്റ്റ് 15 ജീവിച്ചിരിക്കുന്നവരിൽ അവരാലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക എന്ന്. അപ്പൊ തിങ്കളാഴ്ച രാത്രി കിടന്ന അവർക്ക് പിറ്റേന്ന് പ്രഭാതത്തിൽ പരസ്പരം സംഗമിക്കാനോ കണ്ടുമുട്ടാനോ ഒന്ന് പറയാനോ പങ്കുവെക്കാനോ യാത്ര ചോദിക്കാനോ പറ്റാത്ത വിധത്തിൽ അതെങ്ങനെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വയനാട് മുണ്ടക്കൈ അവിടെ കിടന്നുറങ്ങിയ ആളുകളിൽ പലരും നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചാലിയാർ പുഴയിലാണ് ചെയ്യുന്നത് പൊങ്ങുന്നത്. ആലോചിച്ച് നോക്കണം നമ്മള്. മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായത, നിസ്സഹായാവസ്ഥ, നിസ്സാരത. നമ്മൾ വിചാരിക്കുക നമ്മൾ വമ്പന്മാരും മുമ്പന്മാരും എല്ലാത്തിനും കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുക. വലിയ ടെക്നോളജിയും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. ഒന്നുമല്ല, നമ്മൾ ദുർബലരാണ് അല്ലേ, നമ്മൾ ഫക്കീറന്മാരാണ്. അതാണ് അല്ലാഹ് 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്തില് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം പടച്ചറബിന് ആവശ്യമുള്ള പടച്ചറബിലേക്ക് തേടേണ്ട, ആവശ്യം ചോദിക്കേണ്ട ഫക്കീറന്മാരാണ്. ഫക്കീർ ഫുഖറാ നമ്മൾ വിചാരിച്ച് സക്കാത്ത് സെല്ലില് സൂറത്തു തൗബയിൽ പറഞ്ഞതനുസരിച്ച് സക്കാത്തിന്റെ അവകാശികളിൽ ഒരു അവകാശിയാണ് ഫക്കീർ എന്ന് നമ്മൾ വിചാരിച്ചേ. അല്ലാഹ് ഇപ്പൊ നിലവിൽ 800 crore above 800 കോടിയിലധികം വരുന്ന മനുഷ്യർ ഭൂമിയിലുണ്ട്. കോടിക്കണക്കിന് ആളുകൾ മരിച്ചുപോയി, ഇനിയും കോടിക്കണക്കിന് ആളുകൾ ജനിക്കാനിരിക്കുകയാണ്, ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർവ്വ മനുഷ്യരെ ഉൾപ്പെടുത്തിയിട്ട് അല്ലാഹു പണ്ടേ പറഞ്ഞു വെച്ചു. വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിൽ എല്ലാ മനുഷ്യരും, അത് ആഫ്രിക്കക്കാരനായാലും അമേരിക്കക്കാരനായാലും യൂറോപ്യനായാലും ഏഷ്യക്കാരനായാലും ആരായാലും എവിടെയായാലും, അത് ഏത് രാജാവായാലും പ്രജയായാലും പണ്ഡിതനായാലും പാമരനായാലും തൊഴിലാളിയായാലും മുതലാളിയായിരുന്നാലും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ്. നിങ്ങളൊക്കെ ഫുഖറാക്കളാണ്. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ സമ്പത്തുണ്ട്, സംവിധാനമുണ്ട്, ഏക്കറുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സ്വാധീനമുണ്ട്, എല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുക. ഒന്നും ഉപകാരപ്പെടൂല, ഒന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥ ഉണ്ട്. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവാണ് ഗനിയെ ഐശ്വര്യവാൻ, അല്ലാഹുവാണ് റിച്ച്, അല്ലാഹുവാണ് സമ്പന്നൻ, അല്ലാഹുവാണ് സ്തുത്യർഹൻ, അതല്ലാതെ മറ്റൊന്നുമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് രാത്രി കടന്നുറങ്ങിയ ആളുകൾ പിന്നെ ചാലിയാറിൽ പോകുന്നത്. അതിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെ, എന്തൊക്കെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാ ഉറങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ നിരാശ അങ്ങേറ്റം ബാധിച്ച് മനുഷ്യൻ മനോരോഗിയായി മാറും, സംശയമില്ല. കാരണം എങ്ങനെയായിരുന്നെങ്കിൽ ഇനിയൊരു സംഗമ സാധ്യത ഇല്ലായിരുന്നു എങ്കിലും ഈ പരീക്ഷണങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ആ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നതിലല്ല മനുഷ്യൻ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? പ്രവാചകന്മാരല്ല, ഹദീസിലല്ല പറഞ്ഞത്. മറിച്ച് ആരാ അതിനെ കുറിച്ച് പറഞ്ഞത്? ഓസ്ട്രേലിയയിലെ ന്യൂറോളജിസ്റ്റും മനഃശാസ്ത്ര വിശാരദനുമായിട്ടുള്ള വിക്ടർ ഇ ഫ്രാങ്കിൾ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, മനുഷ്യൻ അവന്റെ യാത്ര, അഥവാ മാൻ സെർച്ച് ഫോർ മീനിങ്, പൊരുൾ തേടിയുള്ള മനുഷ്യ സഞ്ചാരം. ആ പുസ്തകത്തിന്റെ അടക്കം രചയിതാവായിട്ടുള്ള ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള മനഃശാസ്ത്ര വിശാരദൻ വിക്ടർ ഇ ഫ്രാങ്കിൾ ദുരിതത്തെ കുറിച്ച്, അഥവാ മനുഷ്യന്റെ സർവൈവ്, അതിജീവനത്തെ കുറിച്ച് അദ്ദേഹം പങ്കുവെച്ചൊരു വാക്ക് ഇങ്ങനെയാണ്: മാൻ ഈസ് നോട്ട് ഡെസ്ട്രോയിഡ് ബൈ സഫറിങ്, ഹി ഈസ് ഡെസ്ട്രോയിഡ് സഫറിങ് വിതൗട്ട് മീനിങ് എന്നാണ്. അഥവാ ഒരു മനുഷ്യൻ, മാൻ ഈസ് നോട്ട് ഡെസ്ട്രോയിഡ് ബൈ സഫറിങ്, സഹിക്കുന്നത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് കൊണ്ടല്ല മനുഷ്യൻ പതറിപ്പോകുന്നതും നശിപ്പിക്കപ്പെടുന്നതും ഒന്നുമല്ലാതായി തീരുന്നത്. ഹി ഈസ് ഡെസ്ട്രോയിഡ് സഫറിങ് വിതൗട്ട് മീനിങ്. എങ്ങനെയാണ് പരീക്ഷണം ഏറ്റുവാങ്ങുന്ന സമയത്ത് അവൻ ഒന്നുമല്ലാതായി തീരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഞാൻ ഈ പരീക്ഷിക്കപ്പെടുന്നത് എന്നതിന് വ്യക്തമായ കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കാതെ വരുന്ന സമയത്താണ് മനുഷ്യന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാകുക എന്നാണ്. അല്ലേ? ഇത് ആധുനികതക്കും ഭൗതികവാദത്തിന് ഇതിന് ഉത്തരം നൽകാൻ സാധിക്കൂല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷണത്തിന് എന്തർത്ഥമുള്ളത് ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ? വയനാട് ദുരന്തം മാത്രമല്ല, അപ്പൊ ഇന്നും നിലക്കായിട്ട് ഇന്ന് ഗസയിൽ നടക്കുന്ന ദുരന്തം, ആഗോളതലത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഗസ എന്ന് പറഞ്ഞാല്.
നമ്മളിങ്ങനെ വയനാട്ടിൽ നിന്ന് അവിടുത്തെ പ്രദേശങ്ങളിൽ നിന്ന് ചാലിയാറിൽ നിന്നും ശരീരമൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് എത്രത്തോളം ഇമോഷണൽ വൈകാരികമായി തീരുന്നുണ്ട് വേദനയില്. എന്നാൽ 300 ദിവസം 10 മാസം പിന്നിട്ട് ഗസയിലെ സയനിസ്റ്റ് ലോബിയുടെ ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ മിസൈൽ വന്ന് പതിച്ച് ബിൽഡിങ്ങുകൾ തകർന്ന് അതിനിടക്ക് നിന്ന് കുട്ടികളുടെ കയ്യും തലയും ഒക്കെ കൊണ്ടുവരുന്ന രംഗങ്ങൾ, ആംബുലൻസുകൾ ചീറിപ്പായുന്നത്, അങ്ങനെ പായുന്ന ആംബുലൻസിന്റെ മുകളിൽ വീണ്ടും കൊണ്ടുവന്നിടുന്നു, അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊണ്ടുവന്നിടുന്നു. കഴിഞ്ഞ ശനിയാഴ്ച 100ഓളം ആളുകൾ സുബൈ നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ 100 ആളുകൾ അഭയാർത്ഥി ക്യാമ്പിൽ കൊല്ലപ്പെട്ടു. അതിൽ 30 ആളുകളുടെ ശരീരം ഛിന്ന ഭിന്നമായി തീർന്നു. അല്ലേ? അവിടെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടോ, ഇന്നലത്തെയും ഇന്നത്തെയും ഇന്റർനാഷണൽ മീഡിയയിലെ ചർച്ച എന്ന് പറയുന്ന ഇന്റർനാഷണൽ പത്രത്തിൽ, മലയാള പത്രത്തിലടക്കം ഇന്നലെ കോളമായിട്ട്, ഇന്നലെയോ മിനിയാന്നോ കോളത്തിൽ വന്നത് എന്താ? ഇരട്ട കുട്ടികൾ ജനിച്ച സഹോദരൻ ഗസയില് രജിസ്റ്റർ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എത്ര കുട്ടികൾ, എത്ര ആളുകൾ, 40,000 കടന്നു. അതിൽ 16,000-ലധികം കുഞ്ഞുങ്ങളാണ്. 16,000-ലധികം കുഞ്ഞുങ്ങളിൽ 2,000-ലധികം കുഞ്ഞുങ്ങൾ 2 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇതിനാണ് എത്നിക് ക്ലൻസിംഗ്, വംശീയ ഉന്മൂലനം എന്ന് പറയുക. ഞാനിത് പറയുന്നത് വലിയ ദുരന്താണ്. ആ ദുരന്തക്ക് അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ മനോരോഗികളായി മാറാത്തത്? തന്റെ ഭർത്താവിന്റെ പ്രിയതമന്റെ ചേതനയറ്റ ശരീരം സിസ്റ്ററായിട്ടുള്ള നഴ്സ് പരിചരിക്കുമ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുകയാണ്. ആ പ്രിയതമക്ക്, ഇണക്ക്, ഭാര്യക്ക് അള്ളാഹ്ക്ക് സ്തുതി, കാരണം ഷഹാദത്ത് വരിച്ചിരിക്കുകയാണ് എന്നാണ്. എന്റെ 4ാമത്തെ കുഞ്ഞും കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാണ്. ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. ഇസ്മായിൽ ഹനിയയുടെ മകള്, അവളുടെ ഒരു സംസാരമുണ്ട്. ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തിൽ 60-ലധികം ആളുകൾ കൊല്ലപ്പെടുക. ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ വ്യാഖ്യാനിക്കും. പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ ഈ 78ാമത് സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞു. ഭഗത് സിംഗ്, ഉധം സിംഗ്, മൗലാന ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി, അല്ലേ? അതേപോലെ തന്നെ എത്രയോ ആളുകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി, അധിനിവേശ ശക്തികളെ തുരത്തുന്നതിന് വേണ്ടി അഹിംസയ ഒരു ഭാഗത്ത് നടക്കുമ്പോ സായുധ സമരങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. വാഗൺ ട്രാജഡി, ജാലിയൻ വാലാബാഗ്, INA, ഇന്ത്യൻ നാഷണൽ ആർമി, പല പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. 200 വർഷത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തെ ചുരുട്ടിക്കെട്ടുന്നതിന് വേണ്ടി പല മാനങ്ങളിലുള്ള പോരാട്ടങ്ങൾ ഇന്ത്യൻ മണ്ണിലും കേരള പരിസരങ്ങളിലും മലബാറിലും നടന്നിട്ടുണ്ട്. അത് നടത്തിയ ആളുകളെ, ആ പോരാട്ടത്തെ നമ്മൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അവരൊക്കെ ഈ നാടിന്റെ, ജന്മനാടിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പടയാളികളും പോരാളികളുമായി ആവേശത്തോടെ നമ്മളും മക്കളും ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ 75 വർഷം ജന്മനാട് അധീശത്വത്തിന് വിധേയമായി ആ ജന്മനാടിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ വിവിധ സംഘടനകൾ. ഇസ്ലാം പിന്നെ ഹനിയക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇറാനിൽ വെച്ച്. 60-ലധികം ആളുകളാണ് ആ ഹനിയയുടെ കുടുംബത്തില് പിന്നെ കൊല്ലപ്പെട്ടത്. ആലോചിക്കണം നിങ്ങൾ. ഈ ഹനിയ വളർന്നത് അഭയാർത്ഥി ക്യാമ്പിലാണ്. 75 വർഷം ഒരു നാടിനെ ഒന്നുമല്ലാതാക്കിയതിന്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകള് അവര് തളരുന്നില്ല. അവര് പലപ്പോഴും പറയും, ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ മരിച്ചിട്ടുണ്ട് എന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക സമൂഹമേ, അറബ് ലോകമേ, നിങ്ങളാണ് മരിച്ചു പിരിഞ്ഞിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു, അവരും ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? അവിടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ മനസ്സമാധാനം കൊള്ളാൻ കഴിയുന്നത്? വയനാട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ സമാധാനം കൊള്ളാൻ സാധിക്കുന്നത്? ആത്മീയതയുടെ അകക്കാമ്പ് കൊണ്ടാണ് അതിന് കഴിയുന്നത്. കാരണം അതുകൊണ്ടാണ് മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് പോലും വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന മകളെ കൊണ്ട്, മകനെ കൊണ്ട്, പിതാവിനെ കൊണ്ട്, മാതാവിനെ കൊണ്ട്, സഹോദരനെ കൊണ്ട്, സഹോദരിയെ കൊണ്ട്, ആരാണോ ആ മയ്യത്തിന് ബാക്കി നിൽക്കുന്നത് എങ്കിൽ, അവരിൽ ആരാണോ ആ വേണ്ടപ്പെട്ടവർ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നത് എങ്കിൽ, ഉമ്മക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, ഉപ്പക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, സഹോദരന് വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, ആ നമസ്കാരത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക പരിപാലകനായ പടച്ച റബ്ബിനാണ്. അള്ളാഹ്ക്ക് സ്തുതി അർപ്പിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയാ. മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ സങ്കടവും ദുഃഖവും ഉണ്ടാകുന്ന സമയത്ത് പോലും അള്ളാഹുവിനെ സ്തുതിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. കാരണം മാലിക് യൗമിദ്ദീൻ തുടർന്ന് ആയത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ്
മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ. ഇവിടെ ശരീരം ഛിന്ന ഭിന്നായിട്ടുണ്ടാകും. അത് ഛിന്ന ഭിന്നമായാലും ആക്ടിവേഷൻ നടക്കും പുനരുദ്ധാരണ നാളില്, അല്ലെ? ഇവിടുന്ന് കുഞ്ഞുങ്ങളുടെ ഗസയിലായാലും എവിടെയായിരുന്നാലും കുട്ടികളുടെ ശരീരം ഛിന്ന ഭിന്നമായി മനുഷ്യരുടെ ശരീരം ഛിന്ന ഭിന്നമാകുമ്പോ അത് ഭൗതിക മാത്രമാണ്, അത് ഫിസിക്കൽ ലോകം മാത്ര. അങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആലമുൽ അർവാഹിലേക്ക്, ആത്മാവിന്റെ ആത്മാക്കളുടെ ലോകത്തേക്ക് യാതൊരു കേടുപാടും സംഭവിക്കാതെ ആ ആത്മാവ് സഞ്ചരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അവിടെ സുരക്ഷിതമായി നിലനിൽക്കുന്നുണ്ട്. ഇനി അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവും പുതിയൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ശരീരം വേറെ ഉണ്ടാകും. നമ്മൾ പറയല്ലോ സിമ്മിന് കുഴപ്പമൊന്നുമില്ല, സെറ്റിനാണ് കംപ്ലൈന്റ് പറ്റിയതെന്ന്. പുതിയ സെറ്റിലേക്ക് സിം ആക്ടിവേഷൻ നടത്തുന്നത് പോലെ കൊല്ലപ്പെട്ട കുട്ടികളുടെയും മനുഷ്യരുടെയും ഒക്കെ ശരീരത്തിലേക്ക് പുതിയ ശരീരം അള്ളാഹു സംവിധാനിച്ച ആത്മാവിനെ സന്നിവേശിപ്പിക്കും. അങ്ങനെ ഒരു ലോകം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ വിട പറഞ്ഞ ആളുകളിൽ ശേഷിക്കുന്നവർക്ക് സമാധാനിക്കാം. കാരണം പിറ്റേന്ന് പ്രഭാതത്തിൽ കുടുംബക്കാരെ കണ്ടുമുട്ടാതെ, ഒന്ന് ചോദിക്കാൻ കഴിയാതെ വിട പറഞ്ഞ കുടുംബ ബന്ധുക്കളെ പരസ്പരം കണ്ടുമുട്ടിക്കുന്ന, സംഗമിപ്പിക്കുന്ന സവിശേഷമായ ഒരു ലോകം മരണാനന്തര ജീവിതത്തിലൂടെ അള്ളാഹു സംവിധാനിച്ചു എന്ന് പറയുന്നത് അതാണ് സയന്റിഫിക്, അതാണ് യുക്തിഭദ്രമായ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് പരീക്ഷണവും ദുരന്തവും ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഒരു വിശ്വാസി പതറൂല. അങ്ങനെയുള്ള വിശ്വാസിയാണ് പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. വിക്ടറി ഫ്രാങ്കിൽ പറഞ്ഞ അവസ്ഥ അവനക്ക് ഉണ്ടാകൂല. ഏത് പരീക്ഷണം വന്നു കഴിഞ്ഞാലും, അഥവാ സന്തോഷവും അനുഗ്രഹങ്ങളുടെ ആധിക്യവുമാണ് പരീക്ഷണമായി കടന്നു വരുന്നതെങ്കിൽ അതിൽ നന്ദി കാണിച്ച് ആ അനുഗ്രഹം ആവശ്യക്കാരിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ വിതരണം നടത്തിക്കൊണ്ട് അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. അതേ അവസരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് പരീക്ഷണമായി കടന്നു വരുന്നത് എങ്കിൽ സ്വബറ, അവൻ സഹനം അവലംബിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. അത് അവനക്ക് ഖൈറായി തീരുന്നതാണ്, അതവനക്ക് ഖൈറായി തീരുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അപ്പൊ പരീക്ഷണം ഉറപ്പാണ്. പരീക്ഷണത്തിൽ നിന്ന് പിന്നെ വിട്ടുമാറാൻ നമുക്ക് സാധ്യമല്ല. ഇതാണ് നമ്മുടെ മനസ്സിൽ പരീക്ഷണ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇസ്ലാമിക ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കോറിയിടേണ്ടത് വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാ 35-ാമത്തെ ആയത്തിൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിച്ചറിയുന്നതാണ്. മരണത്തിന് ഒരു ടേസ്റ്റ് ഉണ്ട്, ആ മരണം രുചിച്ചറിയും. സർവരും മരിക്കാനുള്ളതാണ്. വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, വനബലൂക്കും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ബിശ്ശർരി പ്രയാസം കൊണ്ട്, വൽ ഖൈരി നന്മ കൊണ്ട്, അനുഗ്രഹം കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിക്കും. ആശ്വാസം കൊണ്ടും പരീക്ഷണം കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഫിത്ന, ശരിയായ പരീക്ഷണം. വഇലൈനാ തുർജഊൻ, പിന്നെ നിങ്ങൾ എന്നിലേക്ക് നമ്മിലേക്ക് മടങ്ങാനുള്ളതാണ്. വഇലൈനാ തുർജഊൻ, അല്ലാഹുവിലേക്ക് നമ്മൾ മടക്കപ്പെടാനുണ്ട്. ആ ബോധം നിലനിർത്തി കഴിഞ്ഞാൽ മതി, അല്ലേ? അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങും. പിന്നെന്തിനാ പ്രയാസപ്പെടേണ്ട ആവശ്യം? റഫീഖ് നെറ്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ട റഫീഖ് 5 വർഷത്തിന് ശേഷം പ്രവാസ ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് വരിക. തിരൂരടുത്ത് കല്ലുങ്ങൽ സ്വദേശിയാണ്, അല്ലേ? 5 വർഷത്തിന് ശേഷം സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. വീട്ടുകാരൊന്നും അറിയിക്കാതെ, ഞാൻ റിപ്പോർട്ട് വായിച്ച സമയത്ത് അങ്ങനെയാണ്, സർപ്രൈസ് ആയിട്ട് നാട്ടിലേക്ക് വരിക. ഫ്ലൈറ്റ് കയറുന്നതിന്റെ തൊട്ട് മുമ്പ്, മണിക്കൂറുകൾ മുമ്പ് ഉറങ്ങി. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യുക്തിവാദികൾക്ക്, ഭൗതികവാദികൾക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് പരിഹാരം, എന്ത് മറുപടിയാണുള്ളത്? ആ റഫീഖിന്റെ ജീവിതം 5 വർഷത്തിന് ശേഷം 3 കുട്ടികളും ഭാര്യയും ഉമ്മയൊക്കെ ഉള്ള ആ റഫീഖിന് തന്റെ കുഞ്ഞുങ്ങളെ ഒരു നോക്ക് നേർക്ക് നേരെ കാണാൻ പറ്റാത്ത വിധത്തിൽ ആ ജീവിതം അപൂർണമായി തീർന്നു. യുക്തിവാദികളെ, അതിന് എന്തൊരു പൂർണ്ണതയാണ്! നിങ്ങളുടെ സയൻസ് കൊണ്ട്, യുക്തിയില്ലാത്ത നിങ്ങളുടെ ആശയം കൊണ്ട്, നിങ്ങളുടെ വാചക കസർത്ത് കൊണ്ട്, അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ, ഇസ്ലാമോഫോബിയയിലേക്ക് ആളുകളെ നയിക്കുന്നതിലൂടെ, ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വികലമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ ഇതിന് എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? റഫീഖിന്റെ വിഷയത്തില്, ആ ഭാര്യയുടെ പ്രയാസത്തില്, ആ മക്കളുടെ പ്രയാസത്തിൽ, ആ മക്കൾ ഇനി പിതാവിനെ കണ്ടുമുട്ടോ? ആ ഭാര്യ തന്റെ ഇണയെ കണ്ടുമുട്ടോ? ആ ഉമ്മാക്ക് 5 വർഷത്തിന് ശേഷം വരാമെന്ന് വരുമെന്ന് വിചാരിച്ച് സർപ്രൈസ് ആണെങ്കിലും കണ്ടുമുട്ടാം എന്ന സാധ്യത അടഞ്ഞുപോയിരിക്കെ
ഇനി ഒരു കണ്ടുമുട്ടൽ നടക്കുന്ന വല്ല സംവിധാനവും സാധ്യതയുണ്ടോ? ഭൗതികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊന്നുമില്ല. എന്നാൽ അനശ്വരമായി പരലോകബന്ധിതമായി ജനനം, ജീവിതം, മരണം, മരണാനന്തരം എന്ന നിലക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആശ്വാസം കൊള്ളാൻ സാധിക്കും. അപ്പൊ പരീക്ഷ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാവും. നിർബന്ധമാണ് പരലോകം. ഈ ഓഗസ്റ്റ് 5-നും 9-നുമാണ് നാഗസാക്കിയിലും അതേപോലെ തന്നെ ഹിരോഷിമയിലും ആറ്റം ബോംബ് വർഷിച്ചത്. 2 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട് ദുരന്തല്ലേ. ആ കൊല്ലപ്പെട്ട ആളുകൾ നിരപരാധികളില്ലേ? അതിന് നീതി വേണ്ടേ? അമേരിക്ക ഇറാഖിൽ അധിനിവേശം നടത്തി 10 ലക്ഷം ആളുകളെയാണ് കൊന്നുകളഞ്ഞത്. അമേരിക്ക അഫ്ഗാനിൽ അധിനിവേശം നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിൽ ഇന്നലകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിനിവേശം നടത്തിയ UK, ബ്രിട്ടൻ അധിനിവേശം ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. ആ കൊന്നൊടുക്കപ്പെട്ട ആളുകൾക്ക് ഒരു ജീവിതം വേണ്ടേ? വിചാരണ വേണ്ടേ? നീതി വേണ്ടേ? നാസി ജർമ്മനിയിൽ നടന്നത്, ഇപ്പോൾ സയനിസ്റ്റുകൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വരാനിരിക്കുന്ന ഒരു ജീവിതം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥാകും. പരീക്ഷ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, വേർപാടുണ്ടാകും, ദുരന്തം ഉണ്ടാകും, യുദ്ധം ഉണ്ടാകും, ഉരുൾപൊട്ടൽ ഉണ്ടാകും, പലതും ഉണ്ടാകും. പക്ഷേ ആ സമയത്തൊക്കെ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിക്കണം. പരീക്ഷണം ഉറപ്പാ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 186-ാമത്തെ ആയത്ത്, ലതുബ്ലുവന്ന ഫീ അംവാലികും വഅൻഫുസികും, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പ്രത്യേകം നോട്ട് ചെയ്യണം. കണ്ടോ, ആയത്തിൽ വീണ്ടും തൗക്കീദിന്റെ സ്വരത്തിൽ അല്ലാഹ് പറയുന്നത് ലതുബ്ലുവന്ന, ലതുബ്ലുവന്ന, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫീ അംവാലികും, സാമ്പത്തിക രംഗത്ത് പരീക്ഷണം ഉണ്ടാകും, കടബാധ്യത ഉണ്ടാകും, ഉള്ളതൊക്കെ നഷ്ടപ്പെടും. അല്ലാഹ് നമ്മളെ ടെസ്റ്റ് ചെയ്യാണ്, പരിശോധിക്കാൻ. ഹറാമിലേക്ക് പോകുന്നുണ്ടോ? പലിശയിലേക്ക് പോകുന്നുണ്ടോ? ലോട്ടറിയിലേക്ക് പോകുന്നുണ്ടോ? ചൂതാട്ടത്തിലേക്ക് പോകുന്നുണ്ടോ? കള്ളം പറഞ്ഞ് കടം വാങ്ങി കൂട്ടുന്നുണ്ടോ? സാമ്പത്തിക രംഗത്ത് പരീക്ഷിച്ച് പടച്ചറബ് ഇങ്ങനെ നോക്കും. തൗഹീദിന്റെ കൂടെയാണോ? ഹലാലിന്റെ കൂടെയാണോ? തവക്കുലിന്റെ കൂടെയാണോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടോ? അവന്റെ തഖ്വ, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് ധർമ്മനിഷ്ഠയെ 4-ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. എങ്കിൽ ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് ഹറാമിലേക്ക് പോകാതെ സാമ്പത്തിക രംഗത്ത് പരീക്ഷണം വരുമ്പോ ഇത് റബ്ബെന്നെ പരീക്ഷിക്കുകയാണ്, എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ചിലവുകളും കാര്യങ്ങളും ഞാൻ വെട്ടിക്കുറച്ച് മുന്നോട്ട് പോകണം. എന്നിട്ട് അല്ലാഹുവോട് ചോദിക്കണം, അങ്ങനെ സൂക്ഷ്മത പാലിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിലും കർമ്മത്തിലും അനുഷ്ഠാനത്തിലും സദാചാരത്തിലും സംസ്കാരത്തിലും ബന്ധങ്ങളിലും ഒക്കെ സൂക്ഷ്മത പാലിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഇഹത്തിലും പരത്തിലും തുറവി നൽകും. അല്ലാഹു മഖ്റജ് നൽകുന്നതാണ്, പരീക്ഷണം നൽകും. പക്ഷേ ഒരിക്കലും വിശ്വാസി സമൂഹത്തെ, വിശ്വാസികളെ അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല, പരാജയപ്പെടുത്തൂല. രണ്ടും ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, ദുനിയാവ് തന്നെ അള്ളാഹു പരീക്ഷിക്കും, ചിലത് നൽകും, ചിലത് അള്ളാഹു എടുക്കും, പകരമായിട്ട് എന്ത് ചെയ്യും? അള്ളാഹു നൽകും. ദാമ്പത്യം, അത് അവിടെയുണ്ട്. ദാമ്പത്യം എന്ന് ഖുർആനിൽ വെറുതെ അങ്ങനെ ആയത്തും തഫ്സീറും നമ്മൾ ഓതിക്കൊണ്ടിരിക്കല്ലോ. അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ ആരാമങ്ങളിലെ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കുമെന്ന് അല്ലാഹു പറയാൻ. അഥവാ ഒരു വിശ്വാസിയുടെ ദാമ്പത്യത്തിന്റെ തുടർച്ച വരാനിരിക്കുന്ന അനശ്വരമായ പരലോക ജീവിതത്തിലുണ്ട് എന്നാണ്. ഭർത്താവിന് പിന്നെ ജോലിക്കിടക്ക് പരിക്ക് പറ്റി, നട്ടെല്ലിന് താഴെ ക്ഷതം പറ്റി, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്നാൽ പിന്നീട് അവർക്കൊരു ദാമ്പത്യം എങ്ങനെയാണ് ഉണ്ടാകുക? എവിടുന്നാണ് ഉണ്ടാകുക? സഹനം അവലംബിച്ച് തന്റെ ഭർത്താവിനെ പരിചരിക്കുന്ന പ്രിയതമ, സാന്ത്വന പരിചരണത്തിന്, ഹോം കെയറിൽ, ഗൃഹപരിചരണത്തിലെ ചില വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് സ്നേഹത്തിന്റെ നിർവചനം നമുക്ക് ഇത്രമേൽ സ്നേഹിക്കാൻ കഴിയോ? മനുഷ്യർക്കിടക്ക്, ദമ്പതികൾക്കിടക്ക്, ഇണകൾക്കിടക്ക് എല്ലാം പകുത്തു കൊടുക്കപ്പെടുകയാണല്ലോ. ഇനി എങ്ങനെയാണ് ഒരു സമ്പൂർണമായ ദാമ്പത്യ സാഫല്യം ആ പെണ്ണിന്, ആ സഹോദരിക്ക്, ആ പ്രിയതമക്ക്, ആ സ്ത്രീക്ക്, ആ യുവതിക്ക് ലഭിക്കുക എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ഭൗതികവാദികൾക്ക് അവിടെ ഉത്തരം ഉണ്ടാകൂല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്ന സ്വർഗ്ഗലോകം, അനശ്വരമായ പരലോക ജീവിതം, ആ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്, ആയാത്തുകൾ നൽകുന്ന പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ ആയാത്തുകളിലൂടെ അവരും അവരുടെ ഇണകളും അതാ സ്വർഗീയ ആരാമങ്ങളിൽ സുഖിക്കുന്നവരായിരിക്കും.
പറയാണ്. അപ്പൊ എല്ലാം അവിടേക്ക് കൂടി ഇവിടെ പരീക്ഷണം. അപ്പൊ വിശ്വാസി തന്റെ ജീവിതത്തെ ഇഹലോകത്തെയും ഈ ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളെയൊക്കെ വിലയിരുത്തേണ്ടത്. ഒന്നൊന്നു മാറ്റിവെച്ചാൽ ഉത്തരം കിട്ടൂല, പ്രയാസം ഉണ്ടാകും, ടെൻഷൻ അടിക്കേണ്ടി വരും അല്ലെ. അപ്പോഴാണ് യുക്തിവാദികൾ ലിബറലിസ്റ്റുകളൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ചെന്ന് കുടുങ്ങിക്കിടക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലെ, വിത്ർ നമസ്കരിക്കുമ്പോ, രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോ അവസാനത്തെ 3 റക്അത്തില് 9ാമത്തെ റക്അത്ത് എത്തുമ്പോ 87-ാം അധ്യായം സൂറത്തുൽ അഅ്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മോട് പ്രത്യേകമായി പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിത്റാക്കാതെ കിടക്കരുത് എന്നാണ്. ഒരു റക്അത്ത് കൊണ്ടെങ്കിലും വിത്റാക്കണം. കുറച്ചും കൂടി ഈമാനിന്റെ വോൾട്ടേജ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 റക്അത്തെങ്കിലും. അവിടുന്നും ഈമാനിന്റെ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാല് പിന്നെ തഹജ്ജുദിന്റെ രൂപത്തിൽ നിസ്കരിക്കണം. മാക്സിമം 11 റക്അത്ത്, മിനിമം 1 റക്അത്ത്, അതല്ലെങ്കിൽ ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കുക. 3 റക്അത്ത് നമസ്കരിക്കുന്ന സമയത്ത് ഇശാ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്തും കഴിഞ്ഞാൽ സുബഹി ബാങ്കിന്റെ ഇടയിൽ 11 റക്അത്ത് നിസ്കരിക്കാം. ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന്റെ തഹജ്ജുദ് എന്ന് പറയും. അതാണ് അതിന്റെ ഏറ്റവും സ്യൂട്ടബിൾ ആൻഡ് അഫ്ളൽ സമയം എന്ന് പറയുന്നത്. ഏറ്റവും അനുയോജ്യമായത് രാത്രി നമസ്കാരത്തിന്റെ ആ കർമ്മം നിർവഹിക്കേണ്ട സമയം. ഇനി അതല്ല, അത്രത്തോളം ഈമാനില്ല, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയില്ല, സുബഹിന്നെ ഏത് കോലത്തിലാ കിട്ടിപ്പോണെന്നുള്ളത് എനിക്ക് അറിയുള്ളൂ, പിന്നെ ഇപ്പൊ തഹജ്ജുദിലേക്കൊന്നും മനസ്സ് വെച്ചിട്ട് കാര്യമില്ല. ഈ ദുരന്തം കണ്ടാലും അതിലപ്പുറം കണ്ടാലും അതിലേക്കൊന്നും എനിക്ക് എത്താൻ സാധിച്ചില്ല പടച്ച റബ്ബേ. എന്നാൽ ഞാൻ മെല്ലെ മെല്ലെ പിച്ച വെച്ച് അതിലേക്ക് ഞാൻ അങ്ങനെ കടക്കുന്നുണ്ട്. വലിയ ദുരന്തങ്ങൾ വയനാട് പോലെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. വന്ന് ആ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു മയ്യത്ത് സംസ്കരണം എന്റെ കുഞ്ഞിന്, എന്റെ സഹോദരൻ, എന്റെ കുടുംബ ബന്ധുവിന് ഉണ്ടായിട്ടില്ല. ആവർത്തിച്ച് തസ്കിയത്തിലേക്കും സൂക്ഷ്മതയിലേക്കും നീ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കനമുള്ള നന്ദി പ്രകാശനം എത്രത്തോളം ആകണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് നാഥ. ഘട്ടം ഘട്ടമായി അതിലേക്ക് ഞാൻ വരികയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. രാത്രി നമസ്കാരം നമ്മൾ ആരംഭിക്കണം. ഉറങ്ങുന്നതിന്റെ മുമ്പെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ട്, ഇണകളെ കൊണ്ട് ഒരു റക്അത്തെങ്കിലും നമസ്കരിപ്പിച്ച് കിടത്താൻ പറ്റുന്ന ഒരു ഈമാനിക നിലവാരത്തിലേക്ക് നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ മാറ്റിപ്പണിയണം. അതല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ടും കോവിഡും കൊറോണയും പ്രളയവും 2018 മഹാപ്രളയം അല്ലേ, നിങ്ങൾ കണ്ടില്ലേ? പിൻഡ്രോപ്പ് സൈലന്റിലേക്ക് വീണ്ടും മേലാറ്റൂര് പഞ്ചായത്ത്, പാണ്ടിക്കാട് പഞ്ചായത്തൊക്കെ മാറി. നമ്മൾ വിചാരിച്ചതൊക്കെ പോയി. ഇനി നമ്മൾ കോവിഡ് കാലത്ത് കേട്ട പദങ്ങളൊന്നും കേൾക്കേണ്ടി വരൂല. കണ്ടെയ്ൻമെന്റ് സോണ്, ലോക്ക്ഡൌണ്, ക്വാറന്റൈന്, വീണ്ടും അതൊക്കെ കേൾക്കുകയാണ്. പാണ്ടിക്കാട് പഞ്ചായത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായി. ഇതൊക്കെ ഏത് സമയത്തും വരും. നമ്മൾ വിചാരിക്കുക ഇതൊന്നും വരൂലാന്ന്. കണ്ണുകൊണ്ട് കാണാത്തൊരു വൈറസ് താന്നാളൊരു അങ്ങാടിയെ പിടിച്ചുലക്കും. കളകമ്പോളങ്ങളൊക്കെ അടച്ചിടപ്പെടും. സ്കൂളുകളും പള്ളികളും ഒക്കെ ക്ലോസ്ഡ് ആകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്തൊരു വൈറസ് മനുഷ്യ ജീവിതത്തെ നിശ്ചലമാക്കി തീർത്ത പിൻഡ്രോപ്പ് സൈലന്റിലേക്ക് ഒരു സൂചി വീണാൽ ആ ശബ്ദം കേൾക്കാവുന്ന വിധത്തിലേക്ക് പോയ വർഷങ്ങളിൽ ഒരുപാട് ദുരന്ത പരീക്ഷണങ്ങളിലൂടെ അല്ലാഹ് നമ്മെ അറിയിച്ചത്. പക്ഷെ നമ്മളതൊക്കെ മറന്നു. വീണ്ടും കല്യാണത്തില് അല്ലെ, പവിത്രമായ ഒരു ചടങ്ങില് റോട്ടിലൂടെ മര്യാദക്ക് വാഹനം ഓടിച്ചു പോകേണ്ട ഈ ഉമ്മത്തിലെ കൗമാര യൗവനങ്ങൾ കാട്ടിക്കൂട്ടുന്നത് വീണ്ടും MVDക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കും കുറച്ച് പൈസ കൊടുക്കാൻ പറ്റുന്ന അവിവേകത്തിന്റെ പിന്മുറക്കാരായിട്ട് നമ്മുടെ മാപ്പിള കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഗതികെട്ട കാഴ്ചകൾ പവിത്രമായ നിക്കാഹിന്റെയും കല്യാണത്തിന്റെയും പേരിൽ ഇത്രയൊക്കെ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മായിലോടെ നിങ്ങൾ കണ്ടില്ലേ, ഡോറിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇരിക്കുകയാണ്. ഉള്ളിലിരിക്കാൻ സ്ഥലമില്ലായിട്ടല്ല, മറിച്ച് ഉള്ളിലൂടെ ഒക്കെ അങ്ങനെ പുറത്തേക്ക് തലട്ടിട്ട് ഇരിക്കലും, എന്നിട്ട് അപകടകരമായ രൂപത്തിൽ എന്താ പേര്, കല്യാണവുമായി പുതിയാപ്പിളനെ കൊണ്ടുപോവുക അല്ലെ, ആ രൂപത്തിൽ പുതിയാപ്പിളനെ കൊണ്ടുപോവുക, അതിന്റെ കൂടെ പോവുക, പല പേരും പറഞ്ഞ് പല കോപ്രായങ്ങളും പലതും കാട്ടിക്കൊണ്ടിരിക്കുക. ഈ സംഭവിച്ചതൊന്നും ഗസയിൽ നടക്കുന്നതൊന്നും നമുക്ക് ഓർമ്മയില്ല. വയനാടിൽ നടന്നതൊന്നും, നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും നമുക്ക് ഓർമ്മയില്ല. അതൊക്കെ അങ്ങനെ മറന്ന് മനുഷ്യൻ തന്നെ അങ്ങനെയാ. ഒന്ന് വീണ്ടെടുക്കണം, വീട്ടിലൊക്കെ ഒരു ചർച്ച നടത്തണം. ഇന്നത്രക്ക മതി അല്ലെ, ഭക്ഷണത്തിറക്ക മതി, അല്ലെങ്കിൽ ആഘോഷത്തിറക്ക മതി, പിന്നെ കല്യാണത്തിറക്ക മതി. ഒരൈറ്റം നമ്മൾ ഒഴിവാക്കുക. ആ ഒരൈറ്റത്തിന്റെ ബാക്കി ഫണ്ട് നമുക്ക് ഗവൺമെന്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക. ആരാപ്പോ ചോദിച്ചു വരിക, എന്തേ പൊരിച്ചത് വെക്കാഞ്ഞത്, എന്തേ മട്ടൻ മജ്ബൂസിന്റെ കൂടെ ചിക്കൻ മജ്ബൂസ് വെക്കാഞ്ഞത്? ആരെങ്കിലും ചോദ്യം ചോദിച്ചു വരും. എന്താണോ നമ്മൾ കൊടുക്കണത് അത് തിന്നുപോകും ആൾക്കാർ.
നമ്മൾ വിചാരിക്കും വെറൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അഭിപ്രായം കിട്ടും, ഒരു അഭിപ്രായം കിട്ടില്ല, ആ കാലൊക്കെ കഴിഞ്ഞ്. കാരണം അടുത്ത കല്യാണത്തിന് മുമ്പ് ഇതിനേക്കാളും വലിയ വെറൈറ്റി കിട്ടും. അപ്പൊ ആ സമയത്ത് നമ്മൾ വെച്ചതൊന്നും ഒന്നും ആവൂല. അപ്പൊ ആ ജാതി മത്സരത്തിലൊന്നും ഒരു സാങ്കത്യമില്ല. ഉള്ളതൊക്കെ ഉള്ളതുപോലെ കുറച്ച് കൊടുക്കുക, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, കാലത്തിനനുസരിച്ച് അല്ലെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നിന്ന് കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി ഒരു വിഹിതം പ്രൊഡക്റ്റീവായി ക്രിയേറ്റീവായിട്ട് മാറ്റിവെക്കണം. അതല്ലാതെ അസുഖം ബാധിച്ച് നടക്കുന്ന ആളുകൾക്ക് വീണ്ടും എന്തൊക്കെയോ ചിലത് തിന്നാൻ കൊടുത്ത് അവരുടെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ പിന്നെയും കൂട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള സൽക്കാരങ്ങളും സദസ്സുകളുമായിട്ട് മാറുന്നതിൽ നിന്ന് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് ഒരു വിഹിതം ദുരന്തബാധിതരിലേക്ക്, ഒരു വിഹിതം ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന നിലക്കൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അനുഷ്ഠാന മുറകളിൽ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകണം. ആ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മുടെ രാത്രി നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, വിത്രായത് നമസ്കരിക്കുകയാണെങ്കിൽ, റമദാനിൽ നമസ്കരിച്ചപ്പോ കേട്ട അധ്യായം വീണ്ടും നമ്മെ കൊണ്ട് അല്ലാഹ് പാരായണം ചെയ്യിപ്പിക്കും. അതാണ് 87-ാം അധ്യായം സൂറത്തുൽ അഅ്ല. 87-ലെ 17-ാമത്തെ ആയത്തെത്തുന്ന സമയത്ത് വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ, വല്ലാഖിറത്തു പരലോകമാണ്, ഖൈറുൻ വഅബ്ഖാ ഏറ്റവും ഉത്തമമായത്, വഅബ്ഖാ അനശ്വരമായി നിലനിൽക്കുന്നത്, എന്നെന്നും നിലനിൽക്കുന്നത് പരലോകമാണ്. ഈ ലോക ജീവിതം ശാശ്വതത്വമില്ല, നൈമിഷികമാണ്, എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്, നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് നീ പറയരുത്, ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അങ്ങനെ നമ്മൾ പറയേണ്ടത് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. നമ്മളത് ഭംഗിയായി പറയും, അല്ലാഹ് ഉദ്ദേശിച്ചിരിക്കും, അഥവാ അല്ലാഹ് നമുക്ക് നാളെ അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ ഞാൻ ചെയ്യൂല എന്ന് പറയരുതെന്ന് പറഞ്ഞാൽ, അല്ലാഹ് അവസരം നൽകി കഴിഞ്ഞാൽ, ആയുസ് നൽകി കഴിഞ്ഞാൽ, നാളെ കണ്ടുമുട്ടാനുള്ള അവസരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നിറവേറ്റാം. ആ മീറ്റിംഗിൽ, ആ ചടങ്ങിൽ, ആ പരിപാടിയിൽ ഞാൻ ഉണ്ടാകും, സംസാരിക്കാമെന്ന ആയുസും കിട്ടി, അവസരം കിട്ടി, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഗതി നടന്നില്ല, ഉദാസീനത, അലസത, ശ്രദ്ധയില്ല, ഇൻഷാ അല്ലാഹ് എന്നതിന്റെ ഗൗരവം തിരിച്ചറിയണില്ല, ചോദിക്കപ്പെടും, വാഗ്ദാനം ലംഘിക്കുന്നു എന്നതിനെ കുറിച്ച് ബോധം ഉണ്ടാകണില്ല. ആലോചിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയാതെ ഒരു കാര്യം നമ്മൾ പിന്നെ ഞാൻ ചെയ്യുമെന്ന് പറയരുത് എന്നാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയാ. അപ്പൊ ഈ ലോകം ഇത് അവസാനിക്കും, വരാനുള്ള ലോകം ശാശ്വതമായി നിലനിൽക്കും. പിന്നെ ടെൻഷനും പ്രയാസം ദുരന്തങ്ങളിൽ ഉണ്ടാകുന്നവരെ ഖുർആൻ വളരെ കൃത്യമായി പരിചയപ്പെടുത്തി. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 64-ാമത്തെ ആയത്തിൽ ഈ ടീമിന് ബേജാറുണ്ടാകും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്. വമാ ആദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുൻ വലഇബുൻ, തീർച്ചയായിട്ടും ഈ ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയുമാണ്. അതിനനുസരിച്ച് അല്ലാഹ് പറയാൻ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് കളിയും തമാശയും മാത്രമാണ്. അവർക്ക് ജീവിതത്തിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാകൂല. ആ ഐഡിയയും കാഴ്ചപ്പാടും കിട്ടാത്തത് കൊണ്ട് തന്നെ അവരങ്ങനെ രമിച്ച് രസിച്ച് ഒരു ഭൗതികതയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആഖിറത്താണ് സജീവമായി നിലനിൽക്കുന്നത്, ജീവസുറ്റതാകുന്നത്. അവിടെ പരീക്ഷണില്ല സ്വർഗത്തില്, അവിടെ പ്രായാധിക്യം ഇല്ല, അവിടെ ഡയാലിസിസ് ഇല്ല, അവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ല, അവിടെ നമ്മൾ കീമോതെറാപ്പിക്ക് പോകണ്ട, അവിടെ മൂക്കിൽ പൈപ്പിടണ്ട, അവിടെ അസ്വാരസ്യങ്ങളില്ല, അവിടെ പരദൂഷണങ്ങളില്ല, അവിടെ ഏഷണികളില്ല, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ, അനാവശ്യമായ യാതൊന്നും അവർക്ക് അവിടെ കേൾക്കേണ്ടി വരികയില്ല. ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ലോകാണ്. ആ ലോകത്ത് അല്ലാഹ് പരിചയപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ പരീക്ഷണത്തിൽ അതിജീവനം സാധ്യമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയേ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 1400 വർഷം മുമ്പേ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള പരലോക നിഷേധികൾ, ലിബറലിസ്റ്റുകൾ, യുക്തിവാദികൾ, പല ആളുകളും വിചാരിച്ച് പോസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിച്ച് അള്ളാന്റെ കാരുണ്യം എവിടെ എന്ന് പറയുമ്പോൾ ഇതെന്തോ ഒരു പുതിയ ആശയാണ്, പുതിയ വാദമാണ് എന്ന്. അതൊന്നും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലും വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളുടെ അടിസ്ഥാനത്തിലും അതൊക്കെ പഴഞ്ചൻ വാദാണ്. നമ്മുടെ ന്യൂജന് വിചാരിക്കുകയാണ്. അത് അറിവില്ലാത്ത ആളുകളെ നമ്മുടെ കുടുംബത്തിൽ ചർച്ചയാക്കിയിട്ടില്ല എങ്കിൽ, ഖുർആൻ പഠിക്കണില്ല എങ്കിൽ, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണില്ല എന്നുണ്ടെങ്കിൽ, അമാനി മൗലവിന്റെ 8 തഫ്സീറും റമദാനിന്റെ ഓഫറിൽ വാങ്ങി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ആ വാങ്ങി വെച്ചതൊന്ന് എടുത്ത് വായിച്ച് ഈ പറയുന്ന ആയാത്തുകളുടെ വിശദാംശങ്ങളൊക്കെ അമാനി തഫ്സീർ എങ്ങനെയൊക്കെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്, അതിലെ ചിന്തകൾ എന്തൊക്കെയാണ്, അത്ര പ്രൗഢമായ യുക്തിഭദ്രമായ കാലാതിവർത്തിത്വമുള്ള ആയാത്തുകളുടെ ആശയങ്ങളിലൂടെ ഞാനും മക്കളും സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ സഞ്ചാരമാണ് ഏത് കാലത്തും ലോകത്തും പരീക്ഷണത്തിലും സുഖവും ദുഃഖവും
സന്തോഷവും സന്താപവും സമം ചേരുന്ന സവിശേഷമായി ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ എനിക്കും മക്കൾക്കും പ്രാപ്തി നൽകേണ്ടത് അതിന് വഴിയൊരുക്കുന്ന വിജ്ഞാന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം, ഖുർആൻ പഠനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. അതല്ലെങ്കിൽ ആരെങ്കിലും എറിഞ്ഞു തരുന്ന പുതിയ വാദമെന്ന രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാദത്തിന് കമന്റ് അടിക്കുന്ന മക്കളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകും. അങ്ങനെയുള്ള യൗവനങ്ങളിൽ നമ്മുടെ യൗവനങ്ങൾ ഉണ്ടാകും. എന്നിട്ട് അവരിങ്ങനെ വിചാരിച്ചു പോകും, അതാണ് യുക്തിഭദ്രമായത്, അതാണ് മോഡേൺ ആശയം എന്ന് വിചാരിക്കും. അതേ അവസരത്തിൽ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ 35 മുതൽ 37 വരെയുള്ള സൂക്തങ്ങളിലൂടെ അല്ലാഹ് പറയുക ചില ആളുകളുടെ വാദത്തെ കുറിച്ച്, അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇദാമൻ അന്നകും മുഖ്റജൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച റബ്ബിനെയും പരലോകത്തെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രബോധിതരിലെ ചില ആളുകൾ പരലോക നിഷേധികളാണ്, അവർ യുക്തിവാദികളാണ്, അവർ ദൈവനിഷേധികളാണ്, അവർ മരണാനന്തര ജീവിതത്തെ തിരസ്കരിക്കുന്ന ആളുകളാണ്. ആ ആളുകൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന, വരാനുള്ള ലോകത്തിൽ വിശ്വസിക്കുന്ന, പ്രവാചകൻ അംഗീകരിക്കുന്ന വിശ്വാസികളായ ആളുകളോട് പറയാൻ, ഇന്നിങ്ങനെ സോഷ്യൽ മീഡിയ സങ്കേതങ്ങൾ, യൂട്യൂബുകൾ ഉപയോഗപ്പെടുത്തി ചർച്ചകൾ സംഘടിപ്പിച്ച് XY മുസ്ലിമീങ്ങളും ജാബിദമാരും ജബ്ബാറുമാരും ആരിഫ് ഹുസൈന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പല ആളുകളെയും അത്തരത്തിലെ ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകാൻ വൃഥാശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതേപോലെ 1400 വർഷം മുമ്പ് മക്കയിലെ ചില ആളുകളെ പ്രവാചകനെ അംഗീകരിച്ച് ജീവിച്ചവരോട് ചോദിച്ചിട്ടുണ്ട്, ആ പ്രവാചകൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണോ, ഓഫർ നൽകുകയാണോ, അന്നക്കും ഇദാ മിത്തും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, വകുൻതും തുറാബ നിങ്ങൾ മണ്ണായി കഴിഞ്ഞാൽ, വഇദാമ നുരുമ്പിക്കുന്ന എല്ലുകളായി കഴിഞ്ഞാൽ, അന്നക്കും മുഖ്റജൂൻ നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് വിചാരിക്കുകയാണോ? സർവമത പ്രാർത്ഥന നടത്തി ശരീരത്തിന്റെ ഏതാനും ഭാഗമൊക്കെ മറമാടപ്പെട്ടവര് വീണ്ടും പുനരുദ്ധാരണത്തിന് വിധേയമാകുകയോ, യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ കുഴിയിൽ മടക്കപ്പെടുന്നവരാണോ? ഇങ്ങനെയുള്ള ചോദ്യം മുമ്പേ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇന്നിന്റെ ആധുനികത അവകാശപ്പെടുന്ന നിഷേധികൾ പറയുന്നതിനേക്കാൾ കനത്തിലും ഊക്കിലും പറഞ്ഞിട്ടുണ്ട് അവര്. ആ പ്രവാചകൻ നിങ്ങളോട് പറയുന്ന മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വാദമുണ്ടല്ലോ, അത് അതിദൂരമാകുന്നു, വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അവർ പറയാണ്, ഈ ദുനിയാ ജീവിതം മാത്രമേ ഉള്ളൂ. എന്ത് മരണാനന്തര ജീവിതം? ഇനിയൊരു ലോകോ, ഇനിയൊരു സ്വർഗോ, ഇനിയൊരു പരലോകോ? ഇതൊക്കെ അങ്ങനെ പറയുമ്പോൾ അവർ പരിഹസിക്കും, അവർ കളിയാക്കും, അവർക്ക് അതേ നിവർത്തിയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പരലോകം ഉണ്ടായി കഴിഞ്ഞാൽ അവർ പ്രയാസപ്പെടും. പരലോകത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനാവശ്യം ചെയ്യാൻ കഴിയില്ല, അനാശാസ്യം ചെയ്യാൻ കഴിയില്ല. കല്യാണം കഴിക്കാതെ, നിക്കാഹ് കഴിക്കാതെ, സദാചാര ബന്ധിതമായ രൂപത്തിലുള്ള ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടാതെ, അധാർമികമായ അനാശാസ്യമായ വ്യഭിചാരമായ പോർണോഗ്രഫിയുടെ, LGBTQയുടെ, സ്വവർഗരതിയുടെ, താന്തോനിസത്തിന്റെ മേഖലയിലൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കൂല. അങ്ങനെ പോയി കഴിഞ്ഞാൽ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, ഭയപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതാണ്ട് മാറ്റിവെക്കുക. കാരണം പരലോകാണ്ട് മാറ്റിവെച്ചാൽ പിന്നെ ഈ ലോകത്ത് താൻ ഇച്ഛിക്കുന്ന എന്തും ചെയ്യാൻ സാധിക്കും. അതാണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ, അതാണ് യുക്തിവാദം എന്ന് പറഞ്ഞാല്. അതുകൊണ്ടാ ഈ ഐഹിക ജീവിതം മാത്രമേ ഉള്ളൂ. നമൂതു വനഹ്യ നമ്മൾ മരിക്കും, നമ്മൾ മരിക്കും, നമ്മൾ ജീവിക്കും. നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ പുനർജീവിതത്തിന് ഒരു തരത്തിലും വിധേയമാകപ്പെടുന്നതല്ല, ഒരു തരത്തിലും പുനരുദ്ധാരണം നടക്കുന്നതല്ല എന്ന് പറയാൻ. അത് അവർ വാദിക്കുന്നതിന് അവർക്ക് അതിൻ്റെതായ ന്യായമുണ്ട്. പക്ഷേ ആ ന്യായം ഒരർത്ഥത്തിലും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏത് മെഷർമെന്റിലിട്ട് പരിശോധിച്ചു കഴിഞ്ഞാലും വരാനുള്ള ഒരു ജീവിതം വേണ്ടതുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒന്ന് ഈ ദുരന്തത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുൾഫിൽനെസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പൂർത്തീകരണം പരലോകവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. അതേപോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ പരലോകം അനിവാര്യമാണ്. അതുപോലെ തന്നെ അധർമ്മങ്ങൾ, അനാശാസ്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ പരിണിത ഫലം, ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ സദാചാര ബോധത്തോടെ സൽക്കർമ്മ നിരതമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ പ്രതിഫലവും ലഭിക്കേണ്ടതുണ്ട്. അതിന് വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, അനശ്വരമായ പരലോകമുണ്ട്. എന്ത് നമ്മൾ സഹിച്ചാലും അതിന് ക്ഷമിക്കുക, ധർമ്മനിഷ്ഠയോടെ നമ്മൾ ജീവിക്കുക.
തൗഹീദ് നഷ്ടപ്പെടുത്താതിരിക്കുക, തവക്കുൽ ദുർബലപ്പെടുത്താതിരിക്കുക, തസ്കിയത്ത് കൈമോശം വരുത്താതിരിക്കുക. എത്ര പ്രയാസമുണ്ടെങ്കിലും ഹുസ്നുൽ ളന്ന്, സദ്വിചാരത്തോടു കൂടി മരിച്ചു പിരിയുക. മുള്ളിൽ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ഒരു വിശ്വാസിയിലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. എന്ത് സംഭവിച്ചാലും ഒരു വിശ്വാസിക്ക് അത് ഇഹത്തിലും ഖൈറാണ്, പരലോകത്ത് അതിനേക്കാളും ഖൈറാണ് എന്നാണ്. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണശയ്യയിൽ അവസാനത്തെ നിമിഷത്തിൽ പ്രവാചകന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ പൊന്നോമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലാത്ത പ്രയാസവും വെപ്രാളവും കാണുകയാണ്. ഇന്നലിൽ മൗതില സക്കറാ, ആയിഷ മരണത്തിന് അതിൻ്റെതായ ഒരു ലഹരിയുണ്ട്, അതിൻ്റെതായ ഒരു പിടുത്തമുണ്ട് എന്ന് പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്ത് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സങ്കടപ്പെടുകയാണ്. ആ സങ്കടം പ്രവാചകൻ അങ്ങനെ കാണുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പിതാവ് പ്രതിവചിക്കുന്നത്, മറുപടി പറയുന്നത്, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ലൈസ അലാ അബീക കർബുൻ, ഫാത്തിമ നീ സങ്കടപ്പെടണ്ട, ലൈസ അലാ അബീക കർബ്, ഇനി നിന്റെ വാപ്പാക്ക് ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല, ബഅദൽ യൗം, ഈ ദിവസത്തിന് ശേഷം ഈ വാപ്പ മരിക്കാൻ പോകാൻ, മരിച്ചു പിരിയാൻ പോകാൻ, റൂഹ് വേർപെടാൻ പോവുകയാണ്. ഇതാ ഈ മരണത്തോടുകൂടി ഇനി ഒരു പ്രയാസവും വരാനില്ല എന്നാണ്. ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത്. അതാണ് ആ ഷാക്കിറ ദുരിതാശ്വാസ ക്യാമ്പില് വയനാട്ടിൽ നിന്ന് ഉറ്റവര് നഷ്ടപ്പെട്ട ഷാക്കിർ പറഞ്ഞ അവരൊക്കെ സ്വർഗത്തിലെത്തി എന്നാണ്. അതാണ് ഗസയിലെ മാതാക്കൾ പറയുന്നത്, കുട്ടികളൊക്കെ സ്വർഗത്തിലെത്തി. അവരിലെ വാനലോകത്ത്, ആകാശ ലോകത്ത് ബൈത്തുൽ മഅമൂർ ഉണ്ട്, ഇവിടെ കഅബ ഉള്ളതുപോലെ അവിടെ ഒരു കഅബ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തിയ സമയത്ത് അതിനെ ചാരത്തിരിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കുട്ടികൾ ഓടിക്കളിക്കുകയാണ്. ഇവരിനോട് ആരാണിതെന്ന് ചോദിക്കുമ്പോ ചെറിയ പ്രായത്തിൽ മരിച്ചു പിരിഞ്ഞവർ അവരിതാ ഇവിടെ ഇങ്ങനെ പിന്നെ ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ മൃതദേഹം കണ്ട് നമ്മൾ ആശങ്കപ്പെട്ട് പ്രയാസപ്പെടണ്ട. അവരൊക്കെ എൻട്രിയാണ്, അവരൊക്കെ സ്വർഗത്തിലേക്കാണ്. പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരു കുട്ടിയെയും പിടിച്ചുകൊണ്ട് ക്ലാസ്സിന് വന്നിരുന്ന സഹാബിയെ കാണാനില്ല. സഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന് പോയി നോക്കുകയാണ്. ആ സമയത്ത് ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. ആ സങ്കടത്തിലാണ് ആ സഹാബി. ആ സമയത്ത് ആ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ കുഞ്ഞ് പിന്നെ വളർന്ന് നിന്റെ കൂടെ ഈ ദുനിയാവിലെ കൊച്ചു ജീവിതം പൂർണ്ണമായി ജീവിച്ചു തീർക്കലാണോ, അതല്ല നിന്റെ കുഞ്ഞ് ഇപ്പോൾ മരിച്ചു, ഇനി അവനതാ സ്വർഗലോകത്ത് സ്വർഗത്തിന്റെ വാതിലിൽ നിന്നെ കാത്തിരിക്കുന്ന രംഗത്ത് നീ കാതോർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്കത് മതി, അവന്റെ കൂടെ അനശ്വരമായ സ്വർഗ ജീവിതം ലഭിക്കുമെങ്കിൽ പ്രവാചകരെ എനിക്കത് മതി എന്ന് പറയാൻ. കണ്ടോ, എല്ലാം അനശ്വരമായ സ്വർഗലോകവുമായി ബന്ധപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളിൽ നിന്ന് പടച്ചറബ് എടുക്കുന്നത് ആരോഗ്യമെടുക്കും, സമ്പത്തെടുക്കും, സന്താനങ്ങളെ എടുക്കും, മാതാപിതാക്കളെടുക്കും, പരീക്ഷണങ്ങൾ നൽകും, ആൾക്കൂട്ടത്തിൽ ഒറ്റക്കായി തീരും. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, എവിടെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വിധിച്ചതേ നടക്കുകയുള്ളൂ. അവൻ തന്നത് അവൻ എടുത്തു. ഇന്ന ലില്ലാഹി മാ അഖദ, എന്താണോ എടുത്തത് അത് അള്ളാഹ്ക്കുള്ളതാണ്. വലഹു മാ അഅത, എന്താണോ അവൻ നൽകിയിട്ടുള്ളത് അതൊക്കെ അള്ളാഹ് വിധിച്ചത് തന്നെയാണ്. അവൻ നൽകിയതും എടുത്തതൊക്കെ അള്ളാഹിന്റേത് തന്നെയാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, വകുല്ലു ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഇൻദഹു അല്ലാഹുവിന്റെ സബിതത്തിൽ ബിഅജലിൻ മുസമ്മാ, ഒരു ഡേറ്റ് ഉണ്ട് എന്നാണ്. അടിവരയിട്ട് ആലോചിക്കണം. അതാണ് ഈ ദുരന്തങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊക്കെ വരാനുള്ള ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സംഭവിച്ചെന്ന് ആരും ആലോചിക്കണ്ട. അത് ടൈം ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ വായിച്ചില്ലേ, വാപ്പാനെ കിട്ടാതെ ഹജ്ജിന് പോയതാ, പാപ്പാനെ നഷ്ടപ്പെട്ട അവസാനം കണ്ടെത്തി അല്ലെ, മയ്യത്തൊക്കെ നമസ്കരിച്ച് തിരിച്ചു പോകുമ്പോ തായിഫിലേക്കാണ് എന്റെ ഓർമ്മയിൽ പോകുന്ന സമയത്ത് മയ്യത്ത് നമസ്കാരമൊക്കെ നിർവഹിച്ച് മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുത്ത് മകന് തിരിച്ചു പോകുമ്പോ ആ മകൻ ആക്സിഡന്റ് ആയി മരിക്കുകയാണ്. അത്രേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അത്രേ ഉള്ളൂ. ഇനിയും വാപ്പാനെ കബറടക്കി ഞാൻ ഒരുപാട് കാലം ജീവിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ രോഗം ബാധിച്ച് അല്ലെ, ആ രോഗിയെ സന്ദർശിക്കും. നമ്മള് സന്ദർശിക്കുന്ന സമയത്ത് പാവം ഇനി 1-2 വർഷം അല്ലെങ്കിൽ 4-5 മാസം ഡോക്ടറെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞത് കേട്ട് ഒരു സിമ്പതിയോട് കൂടിയിട്ടൊക്കെ നമ്മൾ വരും. കുറച്ചും കൂടി സാമൂഹ്യ ബോധം ഉണ്ടെങ്കിൽ ഒരു എമ്പതിയോടുകൂടി, സഹാനുഭൂതി എന്ന എമ്പതി. സിമ്പതി എന്ന് പറഞ്ഞാല് സഹതാപം കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ആ സങ്കടത്തിലൊന്ന് പങ്കുചേരാന്നുള്ളതാണ്. അതേ അവസരത്തിൽ ഒരു ക്യാൻസർ പേഷ്യന്റ്, ഒരു കിഡ്നി ഫെയിലർ, ഒരു ദുരന്ത ബാധിതൻ, അവനങ്ങനെ സങ്കടപ്പെട്ട് കണ്ണീർ പൊഴിച്ച് നോക്കി നിൽക്കല്ല, മറിച്ച് ഇടപെടുക. അതിനാണ് എമ്പതി എന്ന് പറയുക. അതിനാണ് അറബിയിൽ
യുവാസാത്തി എന്ന് പറയാ. വാസായുവാസി എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ്, എമ്പതിക്ക് ആറ്റിറ്റ്യൂഡാണ് ഇസ്ലാമിക ഉമ്മത്തിന് ഉണ്ടാകേണ്ടത്. അത് ഉണ്ട് എന്ന ഉറപ്പുവരുത്തലും അതിന്റെ കാഴ്ചകളുമാണ് വയനാട് ദുരന്ത ഭൂമികയിൽ വ്യത്യസ്ത സംഘടനാ സംവിധാനങ്ങളിലൂടെ ഇസ്ലാമിക ഉമ്മത്ത് അവിടെ കാഴ്ചവെച്ചത്. 80% എബവ് സർവീസ് നടത്തിയത് ഇസ്ലാമിക ഉമ്മത്താണ്, ഇസ്ലാമിക സമൂഹമാണ്. ഉള്ള സമ്പത്തിന്റെ വിഹിതം നീക്കിവെച്ചതിൽ മാക്സിമം ഇസ്ലാമിക ഉമ്മത്ത് തന്നെയാണ്. ഭൂമി നീക്കിവെച്ചവരെ, സമ്പത്ത് നീക്കിവെച്ചവരെ, ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ലീഗിന്റെ ഫണ്ടിങ്, പുനരധിവാസ ഫണ്ട് പോലും 25 crore എന്റെ അവസാനത്തെ അതിലുപരിയായിട്ടുണ്ടാകാം. 25 കോടിയിലധികം ആയി എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയമല്ല പറയുന്നത്. ആ ഫണ്ട് കൊടുക്കുന്ന ആളുകളുടെ മനസ്സിന് ആ മാനസികാവസ്ഥ പ്രദാനം ചെയ്തത് ഇസ്ലാമിക് സ്പിരിച്വാലിറ്റിയാണ്, പരലോക ബോധമാണ്, സ്വതക്കയെക്കുറിച്ചുള്ള ഓർമ്മയാണ്, സഹജീവി സ്നേഹമാണ്, ക്ഷേമ പ്രവർത്തനത്തിൽ സമ്പത്തിന്റെ വിഹിതം നീക്കിവെക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. യുക്തിവാദികൾക്ക് അതിന് കഴിയോ? എക്സ് മുസ്ലിമീങ്ങൾക്ക് അതിന് കഴിയോ? ഭൗതികവാദികൾക്ക് അതിന് കഴിയോ? പരീക്ഷണത്തെക്കുറിച്ച് പലതും പറയുക എന്നതല്ലാതെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആയാത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പരീക്ഷണത്തിന് വിധേയപ്പെട്ട ആളുകൾക്ക് മനഃശാസ്ത്രപരമായ മതകീയമായ പരിഹാരവും സഹനത്തിന്റെ വഴിയും പരലോകബന്ധിതമായ ജീവിത കാഴ്ചപ്പാടും പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞുകൊടുത്ത് നിർജീവരായി നിൽക്കല്ല, നിങ്ങളാണ്ട് ക്ഷമിച്ചോളി സഹിച്ചോളി എന്ന് പറയല്ല. അങ്ങനെ ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വയനാട്ടിലേക്ക് മാത്രമാകണമെന്നില്ല. അവിടെ ഫണ്ടുകൾ കവിഞ്ഞൊഴുകും, അവിടേക്ക് കൊടുത്തു. പക്ഷേ 2 വീടപ്പുറം ക്രയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പോ ഡയാലിസിസിന് വിധേയമാകണമെന്ന് അയൽവാസിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ക്ലിനിക്കൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നറിയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അദ്ദേഹത്തിന്റെ ദുരിത വിഷയത്തിൽ നമ്മൾ എമ്പതിയല്ല കാണിക്കേണ്ടത്, നമ്മൾ സഹതാപ തരംഗമല്ല സൃഷ്ടിക്കേണ്ടത്. നമ്മളും മക്കളും ഒരുമിച്ച് ഡൈനിങ് ഹാളിലും അടുക്കളയിലും ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ അയൽപ്പക്കത്ത് പിലാത്തോട്ടത്തിലെ ആയിഷാക്ക് കിഡ്നി ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടാലോ എന്ന് പറഞ്ഞ ചർച്ച ചെയ്യലല്ല, മറിച്ച് ആ വീട്ടിലേക്ക് ചെല്ലണം. നമ്മുടെ പിലാത്തോട്ടത്തിൽ ആയിഷ നിൽക്കാറില്ല കേട്ടോ, അവോ ഉണ്ടല്ലേ, വരായിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അവ ആ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആരായിരുന്നാലും രോഗികൾ അവിടെ കടന്നു ചെന്നുകൊണ്ട് പറയാൻ കഴിയണം, അടുത്ത സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. അതിനാണ് എമ്പതി എന്ന് പറയാ, അതിനാണ് മുവാസാത്ത് എന്ന് പറയാ. അതാണ് റമദാനിലൊക്കെ നമ്മൾ കേട്ടത്. റമദാൻ മാസത്തെ കുറിച്ച് ഹദീസിൽ പറഞ്ഞപ്പോ ഷഹ്റുൽ മുവാസാത്ത്, ഇത് സഹാനുഭൂതിയുടെ മാസമാണ് എന്നാണ്. ആ റമദാനിൽ നേടിയെടുത്ത സൽക്കർമ്മ വൈവിധ്യത്തിന്റെയും സേവന തൽപരതയുടെയും നന്മയാർന്ന കാഴ്ചകളാണ് ഇസ്ലാമിക ഉമ്മത്ത് അതിനുശേഷവും മഹല്ലുകളിലും നാടുകളിലും ജില്ലകളിലും, അത് വയനാടായിരുന്നാലും അതല്ലെങ്കിലും ഒക്കെ ചാരിറ്റി മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ദ ഹിന്ദുവിലെ ഈ അടുത്ത് വന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ, ആ ഫീച്ചർ ഒരു ആർട്ടിക്കിൾ ദ ഹിന്ദുവിൽ വന്നിരുന്നു. ആ ആർട്ടിക്കിളില് വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചതില് ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ഇസ്ലാമിക ഉമ്മത്തിനോട് സമ്പത്തിന്റെ ഒരു വിഹിതം നീക്കി വെക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കോടിക്കണക്കിന് മില്യണുകളുള്ള കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുകളോട് CSR ഫണ്ടിലൂടെ കോർപ്പറേറ്റുകളെ ഈ സാമൂഹിക സുരക്ഷിതത്വത്തിന് വേണ്ടി, സാമൂഹിക റിലീഫ് വർക്കിന് വേണ്ടി ഗവൺമെന്റ് കൃത്യമായി നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ CSR ഫണ്ട് ഇത്ര നീക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും തുലവും കുറവ് നീക്കി വെക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോ ഇസ്ലാമിക ഉമ്മത്ത് യാതൊരു സമ്മർദ്ദവുമില്ലാതെ സക്കാത്തിന്റെ വിഹിതത്തിൽ, സദഖയുടെ വിഹിതത്തിൽ കൈയഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഈ ദുരിതരംഗങ്ങളിലൊക്കെ ഈ കാഴ്ചകൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഉമ്മത്തിന്റെ ഈ സവിശേഷത ഞാൻ പറഞ്ഞത്, അത് ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകും, അത് എപ്പോഴും ഇസ്ലാമിക ഉമ്മത്തിന്റെ ഒബ്സർവേഷൻ, നിരീക്ഷണം അങ്ങനെയാ. ആർക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും സഹാനുഭൂതിയോടെ ഞാൻ അവിടെ ഉണ്ടാകും. അതിന് ഗൈഡ് ലൈൻ കൊടുക്കും, സേവനം കൊടുക്കും, സമ്പത്ത് കൊടുക്കും. സമ്പത്തില്ല എങ്കിൽ സമ്പത്തുള്ള ആളുകളിൽ നിന്ന് ഈ പരീക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് സമ്പത്ത് ലഭിക്കുന്ന വിധത്തിലുള്ള മീഡിയേറ്റർ വർക്ക് ഞാൻ എടുക്കും. അതെടുക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിച്ച ഇശാ നമസ്കാരം പരലോകത്ത് ഗുണം ചെയ്യുകയില്ല. നാളെ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന സുബഹി ഫജ്ർ നമസ്കാരം ഗുണം ചെയ്യുകയില്ല. കാരണം സംഘടിതമായ ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ ഭാഗവാക്കായി തീരുന്നത് സംഘടിതമായി കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സാക്ഷികളാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദീന പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ പുണ്യം എന്ന് പറയുന്നത്? ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കാൻ വേണ്ടി അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടലാണ്.
സമ്പത്തിന് ഇളക്കം തട്ടാത്ത, ശാരീരികമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ആത്മീയ ജീവിതം നയിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്ന നമ്മൾ വിചാരിക്കണത്. ഈ പരീക്ഷണം, ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതുണ്ടായ ആളുകൾക്ക് മാത്രമല്ല പരീക്ഷണം, നമുക്കൊക്കെ അത് പരീക്ഷണ. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് ഏതൊക്കെ രൂപത്തിലാണ് ദുരന്തങ്ങൾക്ക് ശേഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണത് എന്ന് അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആത്മീയതയുടെ അകം പൊരുൾ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹ് നോക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളുടെ സാരാംശം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന്. നമസ്കാരത്തിന്റെ പൂർണ്ണരൂപം പഠിപ്പിക്കാത്ത ഖുർആൻ, ഹജ്ജിന്റെ പൂർണ്ണരൂപം പഠിപ്പിക്കാത്ത വിശുദ്ധ ഖുർആൻ, നോമ്പിന്റെ പൂർണ്ണ വിധിവിലക്കുകൾ പഠിപ്പിക്കാത്ത വിശുദ്ധ ഖുർആനാണ് എന്ത് ചെയ്യുന്നത്? കണ്ണുകൊണ്ട് കാണാത്ത, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന പ്രവാചക സഹാബി മാറ്റി നിർത്തപ്പെട്ട സമയത്ത് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന്റെ വിഷയത്തിൽ 80-ാം അധ്യായം സൂറത്ത് അബസയിലെ 1 മുതൽ 10 ആയത്ത് അവതരിപ്പിച്ച് പ്രവാചകന് താക്കീത് കൊടുക്കുക. ഒരു മനുഷ്യൻ മാറ്റി നിർത്തപ്പെടുമ്പോ ആ മനുഷ്യന് വേണ്ടി 10 ആയത്ത് അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആരുടെ കൂടെയാണ്? ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരെന്ന് വെറുതെ പറയല്ല. അതുകൊണ്ടാണ് ആ ഖുർആനിന്റെ വിശകലനമായി പ്രവാചകൻ അവിടുത്തെ ജീവിതം ഹദീസുകളിലൂടെ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞത്, 1 മാസം മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ തന്നെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ചടഞ്ഞിരിക്കലാണ്. അത് മസ്ജിദുൻ നബവിയിലാകുമ്പോ 1 റക്അത്ത് നമസ്കരിച്ചാൽ 1000 റക്അത്ത് നമസ്കരിച്ച കൂലിയാണ്. മസ്ജിദുൽ ഹറാമിലാകുമ്പോ 1 റക്അത്ത് നമസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നമസ്കരിച്ച കൂലിയാണ്. അങ്ങനെയെങ്കിൽ മസ്ജിദുൻ നബവിയിൽ 1 മാസം ഇഅ്തികാഫ് ാൽ തിലാവത്തുൽ ഖുർആൻ, ദിക്ർ, ദുആകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ, തൗബ, വിവിധ സൽക്കർമ്മങ്ങളുടെ സംഗമ ഭൂമികയാക്കി മാറ്റാൻ കഴിയും 1 മാസത്തെ ഇഅ്തികാഫ് കൊണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിനേക്കാളും പ്ലസ് പുണ്യം നൽകുന്ന ഒരു കാര്യം, സാമൂഹ്യ പ്രധാനമായ കാര്യമാണ്, ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കാൻ വേണ്ടി അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടണം. ഹദീസാണ്. ഒരു മുസ്ലിം സാമൂഹിക രംഗത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവന്റെ സാന്നിധ്യം ഏത് രൂപത്തിൽ ആ സമയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. മറ്റൊരു ഹദീസിലും പ്രവാചകൻ പറഞ്ഞില്ലേ, അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് ഔ യഖൂമുൽ ലൈല ഔ യസൂമുൻ നഹാറ. അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീൻ, ഗതിയില്ലാത്തവന് വേണ്ടി. മിസ്കീൻ എന്ന ഗതിയില്ലാത്തവനാണ്, വഴിമുട്ടിയവനാണ്, അഗതിയാണവൻ. അഗതിയായ ആളുകൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, പാഠമായി പരീക്ഷണം അനുഭവിച്ചുകൊണ്ട്. അസ്സാഇ അലൽ അർമിലത്തി മിസ്കീൻ, വിധവക്ക് വേണ്ടി, അഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ, സഈ നടത്തുന്നവൻ. സഈ നമുക്ക് സുപരിചിതമായ പദമാണ്. സആ എന്നതിൽ നിന്നാണ് സാഇ ഉണ്ടായത്. അസ്സാഇ എന്ന് പറയുമ്പോൾ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ്, സഫയും മർവയും പടച്ചറബിന്റെ ശിആറുകളിൽ പെട്ടതാണ്. സഫാ മർവയും നമ്മൾ സഈ നടത്താറുണ്ട്, അതിൽ തെറ്റ് വരുത്താറില്ല എങ്കിൽ ഹജ്ജിനും ഉംറക്കൊക്കെ പോയി നടത്തുന്ന സഈ അതിന് യോഗ്യത നേടണമെങ്കിൽ അവനവന്റെ നാട്ടിലും മഹല്ലിലും പ്രദേശങ്ങളിലുമൊക്കെ പരീക്ഷണം ഏറ്റുവാങ്ങുന്ന മനുഷ്യർക്കിടക്കൊരു സഈ നടത്താനുണ്ട്. ആ സഈ നടത്തുന്ന ആളുകൾ ഉംറ നിർവഹിക്കുമ്പോ, ഹജ്ജ് നിർവഹിക്കുമ്പോ മഖബൂലും മബ്റൂറുമായ കർമ്മമായി മാറും. എന്നാൽ ഹദീസിൽ പറഞ്ഞ സഈ, ആദ്യം പറഞ്ഞ പ്രവർത്തന സഈ, ക്ഷേമത്തിന്റെ സഈ, സഹജീവനത്തിന്റെ സഈ, ദുരന്തത്തിലെ സഈ നടത്താൻ സാധിക്കാതെ മറ്റ് സഈയിലേക്ക് പോയാൽ അതിന്റെ ഒരു പൂർണ്ണത ലഭിക്കുകയില്ല. അവ സഈ അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവക്ക് വേണ്ടി, അഗതിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവൻ. കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, ഗസ്സയുടെ മണ്ണിൽ പൊരുതുന്നവനെ പോലെയാണ്. കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്. ഔ യഖൂമുൽ ലൈല, രാത്രി നിന്ന് നമസ്കരിക്കുന്നവനെ പോലെ. ഔ യസൂമുൻ നഹാറ, പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവളെ പോലെ, പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവനെ പോലെ. നോമ്പ്, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക, ധർമ്മസമരത്തിലേക്ക് ഇറങ്ങിച്ചില്ല. അത്രത്തോളം വരുന്ന പുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന പ്രവർത്തനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക. ആളുകൾ ഇങ്ങനെ നോക്കുകയാണ്, എന്താ ഇസ്ലാമിക ഉമ്മത്ത് ഇങ്ങനെ സജീവാകാൻ കാരണം? ആളുകൾ ലീവ് എടുത്തു പോകുക. ഈ ലാഫിന്റെ പ്രവർത്തകര്, വിവിധ സംഘടനകളുടെ പ്രവർത്തകര് രാവും പകലും ഇല്ലാതെ അവര് പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി, സംസ്കരിക്കാൻ വേണ്ടി ചാനലുകൾ അത്ഭുതപ്പെടുകയാണ് അല്ലെ. ഇവിടെ നോക്കിയാ കാണുന്നിടത്തൊക്കെ ഇസ്ലാമിക ഉമ്മത്ത്. എന്താ അതിന്റെ പ്രേരകം, എന്താ അതിന്റെ ഇൻസ്പയറിംഗ്, എന്താ അതിന്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഹദീസുകൾ. ഇത്തരത്തിലുള്ള ഹദീസുകൾ, ആയാത്തുകൾ. വലൗ കാന ബിഹിം ഖസാസ, സ്വന്തത്തോട് എൻഗേജ്മെന്റും ആവശ്യങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് തന്റെ സമയത്തെ, തന്റെ സാന്നിധ്യത്തെ, തന്റെ സമ്പത്തിനെ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നവർ.
വിനിയോഗിക്കുന്നവർ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ ദുരന്തങ്ങളെ നമുക്കിങ്ങനെ കാണിച്ചു തന്ന കോൺഫിഡൻസിന്റെ, സംസ്കരണത്തിന്റെ, സാമൂഹ്യ ബോധത്തിന്റെ ഒരുപാട് നല്ല പാഠങ്ങളുണ്ട്. അതിലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയതാണ് എന്ത് ദുരന്തം നമ്മുടെ ശരീരത്തിനോ സമ്പത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ സംഭവിച്ചു കഴിഞ്ഞാലും 52-ാം അധ്യായം സൂറത്തു തൂർ 48-ാമത്തെ ആയത്ത്. പ്രവാചകരെ, താങ്കൾ അള്ളാഹുവിന്റെ വിധിയിൽ സഹനം അവലംബിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രോഗികളുണ്ടാകും, പ്രയാസപ്പെടുന്നവരുണ്ടാകും, നമ്മൾ സഹനം അവലംബിക്കുക. എനിക്കെന്താ ഇത് വന്നത് എന്ന് നമ്മൾ പറയാതിരിക്കുക. സദ്വിചാരത്തോടു കൂടി മുന്നോട്ട്, എനിക്കിത് ഖൈറിനായിരിക്കും വന്നിരിക്കുക എന്നാൽ അങ്ങനെയാ നമ്മൾ വിചാരിക്കേണ്ടത്. എനിക്കിത് ഖൈറിനായിരിക്കും, പരലോകം എനിക്ക് ആരോഗ്യ സുസ്ഥിതി തന്ന് പടച്ചറബിനെ മറന്ന് ഈ ലോക ജീവിതത്തിന്റെ നിഅമത്തുകളിൽ മതിമറന്ന് ജീവിച്ച് പരലോകം നഷ്ടപ്പെടുത്തിയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഓസ്ട്രേലിയയിലെ ഒരു ഇസ്ലാം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരൻ, പിന്നെ ആ ചെറുപ്പക്കാരന്റെ പിന്നെ ക്യാൻസർ ബാധിച്ച് അലീബനാത്ത് നിങ്ങൾക്കറിയാലോ, അസുഖം ബാധിച്ചു കിടക്കുമ്പോൾ ചാനലുകൾ ഇന്റർവ്യൂ നടത്തിയപ്പോ അലീബനാത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഈ ക്യാൻസർ വന്ന് നിശ്ചിത മാസങ്ങൾ ജീവിക്കുള്ളൂ എന്നാ പറഞ്ഞത്. വലിയൊരു പരീക്ഷണത്തിലായി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന്. എനിക്കൊരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ, അള്ളാഹ്ക്കാണ് സർവ്വസ്തുതിയും. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ സ്തുതി അർപ്പിക്കുക മാത്രം. എന്റെ സമ്പത്തിന്റെ വിഹിതം ആഫ്രിക്കയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഞാൻ നീക്കിവെച്ചു, ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി, പല കാര്യങ്ങളും അദ്ദേഹം പറയാ. ഞാൻ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനുള്ള ഒരുക്കം? മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം, പരലോക വിജയത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തുക. എന്റെ ഈ ചെറുപ്പത്തിൽ എനിക്ക് ഇഷ്ടം പോലെ വാഹനങ്ങൾ, മൊബൈലുകൾ, കാറുകൾ, കയ്യെത്തും ദൂരത്ത് ഒരുപാട് ഭൗതിക സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. ജീവിത ലക്ഷ്യം തെന്നിമാറി മുന്നോട്ട് പോവുകയായിരുന്നു ഞാൻ. ആ കോലത്തിലെങ്ങാണ് ഞാൻ മരിച്ചു പിരിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ അനശ്വരമായ ജീവിതം, എന്റെ ബർസഖിയായ ജീവിതം? പടച്ച റബ്ബെന്നെ പിടിച്ചു, എനിക്കൊരു വാണിംഗ് തന്നു, എനിക്കൊരു അവസരം തന്നു, പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ടൈം തന്നു. അല്ലേ? ഡയാലിസിനൊക്കെ വിധേയാകുമ്പോ, ക്യാൻസർ ഒക്കെ വരുമ്പോ നമുക്കിങ്ങനെ ഒരുങ്ങാനുള്ള അവസരം തരാ. രണ്ട് രൂപത്തിലായിരിക്കും. ചിലപ്പോൾ അള്ളാഹ് മാറ്റിത്തരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിധികളെപ്പോലും മാറ്റുന്നത് പ്രാർത്ഥനയാണ് എന്നാണ്. അങ്ങനെയാ മഞ്ഞപ്പിത്തവും ബ്ലഡ് ക്യാൻസർ ഉള്ള രോഗിക്ക് നിങ്ങൾ കണ്ടില്ലേ ഒരു അനുഭവത്തില് ബ്ലഡ് ക്യാൻസറും മഞ്ഞപ്പിത്തമുള്ള രോഗിയാണ്. അപ്പൊ ആദ്യം ബ്ലഡ് ക്യാൻസർ ഉണ്ടായി, പിന്നെ മഞ്ഞപ്പിത്തം വന്നത്. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? ഇടിയട്ടോനെ പാമ്പടിച്ച് നമ്മൾ പറയാം, മനസ്സിലായില്ലേ? സ്വതവേ ദുർബല കൂടെ ഗർഭിണി എന്നൊക്കെ പറഞ്ഞാല് കാല് പിന്നെ മുറിയുള്ള കാലിനെ വെട്ടേറ്റു എന്നൊക്കെ പറഞ്ഞ അവസ്ഥ ഉണ്ടാവുമല്ലോ. ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ നമ്മൾ വിചാരിച്ചത്. കാരണം അദ്ദേഹം ഏകദേശം തീരുമാനമാകുന്നതാണ്. പക്ഷെ അതല്ല ഉണ്ടായത്. കാരണം ബ്ലഡ് ക്യാൻസർ ആയപ്പോ ഈ മഞ്ഞപ്പിത്തം വന്നതോടുകൂടി കൗണ്ടിൽ വേരിയേഷൻ ഉണ്ടായി. പിന്നെ മഞ്ഞപ്പിത്തവും പോയി, ബ്ലഡ് ക്യാൻസറും മാറി. ഇങ്ങനെയാ ചിലത്. അങ്ങനെയാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഖളാ ഖദറുകളൊക്കെ അങ്ങനെ രൂപത്തിൽ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അതങ്ങനെയാണല്ലോ. നമ്മൾ പ്രത്യക്ഷമായിട്ട് വിചാരിക്കും, എന്തിനാണ് ഈ അസുഖം, ഈ കാര്യങ്ങള്? ഡോക്ടർ കാല് മുറിക്കാൻ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ? കാല് മുറിക്കാൻ പറഞ്ഞ ജീവൻ ബാക്കി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആ ഷുഗറിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവ മുറിച്ച് വെച്ച കാലുമായി വീൽ ചെയറില് അവസാനം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് മടങ്ങുമ്പോ എന്റെ കാല് മുറിച്ച ഡോക്ടർ അവനുണ്ട് പിടിച്ചു കൊണ്ടുവരെന്ന് പറഞ്ഞേ നമ്മൾ വാശം ദേഷ്യം പിടിക്കോ? ഇല്ല. ഡോക്ടർക്ക് നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ പോകല്. അതിന്റെ കാരണം എന്താ? ആ കാരണം നമുക്ക് പിടുത്തം കിട്ടി. കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള അതിന്റെ പൾസ് നമുക്ക് മനസ്സിലായി. ആ കാല് മുറിച്ചത് കൊണ്ട് കുറച്ചു കാലം എനിക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ള വകുപ്പുണ്ടായി എന്നാണ്. അങ്ങനെ നമ്മൾ വിഷയത്തെ ചിന്തിക്കണം. യുക്തിഭദ്രമായിട്ട് അങ്ങനെ ചിന്തിച്ചാലും കാര്യങ്ങൾ കിട്ടും. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അടിപൊളി ഹോസ്പിറ്റലുകള്, നല്ല പൂന്തോപ്പ്, നല്ല പാർക്കിംഗ്, നല്ല സംവിധാനങ്ങള്, AC, സെൻട്രലൈസ്ഡ് AC. ഉള്ളിലേക്ക് കയറുമ്പോ പരിചാരകർ എന്താ വേണ്ടതെന്ന് ചോദിക്കുക. ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗം അങ്ങനെയാണോ? അങ്ങനെ നമ്മൾ കയറുമ്പോ ICU കാണും, അതേപോലെ തന്നെ പിന്നെ പ്രസവ വാർഡ് കാണും, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കാണും. അതിന്റെ ഉള്ളിൽ കത്തി ഉണ്ടാകും, മുറിക്കണതുണ്ടാകും, സർജറിക്കൽ പിന്നെ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഗർഭിണികളുടെ നിലവിളികൾ ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ ഇത് എന്ത് ജീവിത, ഇതെന്തങ്ങനെ എന്ന് നമ്മൾ പറയില്ല. കാരണം എന്താ? ആ ICU അവിടെ ഉണ്ടാകണം, അതേപോലെ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ ഗർഭിണികൾ നിലവിളിച്ചാലും അതിന്റെ ഹൈറിലേക്ക് വേണ്ടിയാണ്, പ്രസവിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പറയാ. അതല്ലാതെ പായ്യരും പറഞ്ഞ് നടക്കലല്ല. ഒരു രോഗം പാടില്ല, ഒരു മരണം പാടില്ല, ഒരു പരീക്ഷണം പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യം ഉണ്ടാകുമോ? ഡോക്ടർമാർ ആവശ്യം ഉണ്ടാകുമോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരും മരിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഐഹിക ലോകത്തിന്റെ അവസ്ഥ? അല്ലാഹ് എല്ലാത്തിനും ഒരു ക്ലിപ്തത, ഒരു കൃത്യത, ഒരു ഹിക്മത്ത്, അവന്റെ ഒരു സുന്നത്ത് വെച്ചിട്ടുണ്ട്. ആ നടപടിക്രമത്തിൽ എന്ത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം
സഹനം അവലംബിക്കുക. ലിഹുക്മി റബ്ബിക, അല്ലാഹുവിന്റെ വിധിയിൽ. ഫഇന്നക ബിഅയുനിനാ, പ്രവാചകരെ താങ്കൾ എന്റെ മേൽനോട്ടത്തിൽ. അല്ല എവിടെയെന്ന് ചോദിച്ചില്ലേ, അതിനുള്ള മറുപടിയാ. അല്ല പറഞ്ഞിട്ടുണ്ട് പണ്ടേ പ്രവാചകനോട്, നിങ്ങൾ വിചാരിക്കും അല്ല നിങ്ങളെ പരിഗണിക്കണില്ലേ, നോക്കണില്ലേ, ഇതിങ്ങനെ എന്തൊക്കെ ഇവിടെ നടക്കണത് എന്നൊക്കെ. ഇതൊക്കെ അല്ല കണക്കാക്കിയതനുസരിച്ചുള്ള അളവിലും കോലത്തിലും രൂപത്തിലും കൃത്യതയിലൊക്കെ നടക്കണത്. ഫഇന്നക ബിഅയുനിനാ, പ്രവാചകരെ താങ്കൾ എന്റെ കൺവട്ടത്ത് തന്നെ ഉണ്ട്. വസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിക്കുക, പ്രകീർത്തനം നടത്തുക. ഹീന തഖൂം, എഴുന്നേൽക്കുന്ന സമയത്ത്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞില്ലേ, യാ ബുനയ്യ, പൊന്നുമകനെ, അഖിമിസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തുക. വഅ്മുർ ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിച്ചുകൊണ്ടിരിക്കുക. വൻഹാനിൽ മുൻകർ, ദുരാചാരത്തെ വിലക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ എല്ലാം കെട്ടടങ്ങട്ടെ, ഒരു പരീക്ഷണം ഇല്ലാതാകട്ടെ, എന്റെ അസുഖമൊക്കെ മാറട്ടെ, രോഗം ശാന്തമാകട്ടെ, കാറ്റും കോളുള്ള പിന്നെ വാനലോകത്ത് എന്ത് ചെയ്യണം, ഫ്ലൈറ്റ് ഓടിക്കണം. അതാണ് യഥാർത്ഥ പൈലറ്റ് എന്ന് പറഞ്ഞാല്. അങ്ങനെയുള്ള കടലിലൂടെ പിന്നെ കപ്പൽ ഓടിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിലുള്ള കപ്പലോട്ടം എന്ന് പറഞ്ഞാൽ. ഈ ലോകത്ത് എല്ലാ പരീക്ഷണം തീർന്നു കഴിഞ്ഞാലേ ഞാൻ ദഅവത്തിന് ഇറങ്ങാം, സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങാം, പള്ളിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിന് വരാം. ഇപ്പൊ ഇങ്ങനെ പരീക്ഷണത്തിലാണ്, പ്രയാസത്തിലാണ്, ഇന്നതിലാണ് എന്ന് പറഞ്ഞ് ഇരിക്കലല്ല. ഇതൊക്കെ വരും. ഇതിന്റെ കൂടെ തന്നെയാണ് കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മരണമാണ് വിശ്രമം, നമ്മൾ മനസ്സിലാക്കണം. മരണമാണ് വിശ്രമം. മരണത്തിന് മുമ്പേ ഇത് ഐഹിക ലോക. ഇവിടെ കർമ്മങ്ങൾ ചെയ്യുക, കിട്ടിയ ആയുസ് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയാ, കിട്ടിയ കോലം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക, കിട്ടിയ ആരോഗ്യം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. രണ്ട് കണ്ണില്ലേ, അപ്പൊ അതിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലേ. രണ്ട് കണ്ണില്ലാത്തവനാണ് എങ്കിൽ, കാഴ്ചയില്ലാത്തവനാണ് എങ്കിൽ പിന്നെ അതിനെക്കുറിച്ചും ബേജാറാകണ്ട, ബാക്കി കാര്യവും നോക്കിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹ് നൽകിയതിൽ എന്താണോ ആ ഉള്ളതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതല്ലാതെ പായരം പറഞ്ഞിരിക്കലല്ല. ദുനിയാവിന്റെ വിഷയത്തിൽ വരെ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തറിലാണ് നടന്നത്. അതിന്റെ അംബാസഡർ ആയിരുന്ന മുഫ്താൽ ഖാനിമാണ്. മുഫ്താൽ ഖാനിമിന്റെ രൂപം പോലെ നമ്മൾ കണ്ടില്ലേ, ഊരക്ക് താഴില്ലേ, ഇരട്ട കുട്ടികളായിരുന്നു. അപ്പോ വാപ്പാനോടും ഉമ്മാനോടും ഡോക്ടർ ആദ്യം പറഞ്ഞു, ഒരു പ്രത്യേകതര അസുഖമാണ്, അതുകൊണ്ട് ഒരാൾ കഴിച്ചിലാവും, ഒരാൾ കഴിച്ചിലാകൂല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കി പിന്നെ ആണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞേ. അപ്പൊ ആ സമയത്ത് ഈ പിന്നെ പിന്നെ കുട്ടിയുടെ രക്ഷിതാക്കള് കാപ്പിയും ചർച്ച ചെയ്തിട്ട് വേണ്ട ഒഴിവാക്കണ്ടാവും, ഏത് കോലത്തിൽ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ ഊരക്ക് താഴെ ഉണ്ടാകൂല, തളർന്ന കോലത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രസവിക്കപ്പെട്ടു. പ്രസവിക്കപ്പെട്ട സമയത്ത് ഡോക്ടർ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ കാര്യമായി. അപ്പോ അപ്പന്മാരോട് പറഞ്ഞു, ഭർത്താവ് ഭാര്യനോട് പറഞ്ഞ് എന്താ പറഞ്ഞത്, നീ അവന്റെ വലതുകാലാകുക, ഞാൻ അവന്റെ വലതുകാലാകും, നീ അവന്റെ ഇടതുകാലമാകുക, നമുക്ക് അവനെ വളർത്താന്ന് പറയാൻ. അങ്ങനെ വളർത്തുന്ന സമയത്ത് കുറെ പരിഭവങ്ങളും പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് അവർ ഖാനിം ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടാക്കി, വീൽ ചെയറുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്ന വലിയ സംവിധാനമായിട്ട് മാറി. അങ്ങനെ അവന് പലതും പഠിച്ചു കോടിക്കണക്കിന് മനുഷ്യരുടെ, യുവാക്കളുടെ, കൗമാരത്തിന്റെ ആവേശമായി തീരുന്ന കാൽപന്തിന്റെ മാസ്മരികത ഏഷ്യയിലെ ഖത്തറിൽ, മിഡിൽ ഈസ്റ്റ് കൺട്രിയിലെ ഖത്തറിൽ വെച്ച് നടത്തപ്പെട്ടപ്പോ അതിന്റെ അംബാസഡർ ആയിട്ട് മാറാൻ ഈ ഖാനിം മുഫ്തക്ക് സാധിച്ചു. ഒന്നിനും പറ്റൂല എന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെയാണല്ലോ, ഒന്നിനും പറ്റൂല എന്ന് വിചാരിച്ചതാ പലരും. പക്ഷേ അള്ളാഹു ചില ഭിന്നശേഷിക്കാര്, അതേപോലെ തന്നെ ചില പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അതൊക്കെ പടച്ചറബ് ഈ ലോകത്ത് തന്നെ അവരെ കൊണ്ട് അത്ഭുതങ്ങൾ അള്ളാഹു കാണിക്കും. അത്ഭുതങ്ങൾ കാണിക്കും. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുത്താൽ മതി. സമൂഹം ഒന്ന് സപ്പോർട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ എമ്പതിയല്ല, ഒരു സിമ്പതിയല്ല, ഒരു എമ്പതിയോടെ, ഒരു സഹാനുഭൂതിയോടെ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, എങ്ങാനും ഖാനിം മുഫ്ത എന്ന് പറയുന്നത് മറ്റവന്റെ പോലെ ശാരീരികമായ ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ടാണ് പിറക്കപ്പെട്ടത് എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റുമായിരുന്നില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിൽ ചില സിറുണ്ടാക്കും. അതാണ് വൈൻ തക്റഹു ഷൈഅൻ ഫഹുവ, നിങ്ങൾ വെറുക്കുന്ന കാര്യം നിങ്ങൾക്ക് ഖൈറായി തീരും, എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്കത് ശർറുമായി തീരും. വല്ലാഹു, അല്ലാഹു അറിയും, നിങ്ങൾക്ക് ഭാവിയെ വിലയിരുത്താൻ സാധ്യമല്ല. വസ്ബിർ അലാ മാ അസാബക്, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറയാ, വസ്ബിർ, നീ സഹനം അവലംബിക്കണം. അലാ മാ അസാബക്, നിനക്ക് എന്താണോ ബാധിക്കുന്നത് അതിൽ നീ സഹനം, ക്ഷമ കൈക്കൊള്ളുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായിട്ടും അതൊക്കെ ദൃഢനിശ്ചയം ചെയ്ത കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്ന്. ഇപ്പൊ ഞാൻ അവസാനത്തിലേക്ക് കടക്കാൻ, ഈ ബോധമാണ് നമുക്ക് പരീക്ഷണ സമയത്ത് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂക്തം 57-ാം അധ്യായം സൂറത്തുൽ ഹദീദ് 22-23 സൂക്തങ്ങളിൽ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസ്വാബ
അസ്വാബ മിൻ മുസീബത്തിൻ, എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു പ്രയാസം, പരീക്ഷണം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഫിൽ അർളി, ഭൂമിയിൽ, വലാ ഫി അൻഫുസിക്കും, നിങ്ങളിൽ, അപ്പൊ നിങ്ങൾക്കും ഈ ഭൂമിയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, ഞെരുക്കങ്ങൾ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ, അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷമാണ് നടക്കുന്നത്. വല്ലാത്തൊരായത്താണ്. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. നമുക്ക് സംഭവിക്കാം. അപ്പൊ എനിക്ക് 40-ാമത്തെ വയസ്സ്, പടച്ചോനെ കിഡ്നി പോയി, എങ്ങനെയാണ് ഞാൻ ബാക്കി ജീവിതം? സങ്കടപ്പെട്ടൊരു കാര്യമില്ല. ആ ടൈം എത്തി. അജലി മുസമ്മ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവധി എത്തി. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചതാണിത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ എളുപ്പമുള്ള സംഗതിയാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹ് നിർണയിച്ചു വെച്ചിട്ടുള്ളത്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഉടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ബിസിനസ് തകർന്നു, ആരോഗ്യം ക്ഷയിച്ചു. നിങ്ങൾക്ക് എന്താണ് നഷ്ടം വരുന്നത്? അതിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. അത് നിങ്ങൾക്ക് ഇന്ന വയസ്സിൽ, ഇന്ന സമയത്ത്, ഇന്ന സ്ഥലത്ത് അത് നഷ്ടപ്പെടുമെന്ന് അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ചവൻ പ്രപഞ്ചനാഥനാണ്, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഉടമയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജിന്നുകളുടെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും നാഥനക്കാണ് നമ്മൾ സ്തുതി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ നമ്മൾ ബേജാറാകണത്? അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാനും, വലാ തഫ്റഹൂ ബിമാ ആതാകും, ഇനി നിങ്ങൾക്ക് വല്ല സൗഭാഗ്യം വന്നു കഴിഞ്ഞാൽ അതിൽ അർമാദിച്ച് കിട്ടിയതിൽ വമ്പ് കാണിച്ച് നിങ്ങൾ ആ രൂപത്തിൽ നിഷേധികളും അഹങ്കാരികളുമായി തീരാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് കണക്കാക്കിയ ഒരു സൗഭാഗ്യം എത്തിയതാണ്. അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരഭിമാനികളെയും അഹങ്കരിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയാം. പ്രവാചകന്റെ ഒരു ഹദീസ് കൂടി. ഇനി ഇതിന്റെ നമ്മൾ ഈ ദുരന്തവും പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് അള്ളാന്റെ കാരുണ്യത്തെ കുറിച്ച് ചില ആളുകൾ ചോദിച്ചല്ലോ. അപ്പൊ ആ കാരുണ്യത്തിന്റെ വലുപ്പത്തെ കുറിച്ചും അതിന്റെ യുക്തിയെ കുറിച്ചൊന്ന് നമ്മൾ പരിശോധിക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, തീർച്ചയായും അള്ളാഹുവിന് അവന്റെ കാരുണ്യം 100ആണ്. അള്ളാഹുവിന്റെ കാരുണ്യം 100ആണ്. ആ 100ആണ് അള്ളാന്റെ കാരുണ്യമെങ്കിൽ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ, 1%. ആ 100% അള്ളാന്റെ കാരുണ്യം എന്നുണ്ടെങ്കിൽ അതിൽ 1% കാരുണ്യാണ് ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. 1% കാരുണ്യം. നമ്മൾ പാലിയേറ്റീവ് പ്രവർത്തനത്തിലും സാന്ത്വന പരിചരണത്തിലും മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിലും വയനാട് ദുരന്തത്തിൽ ക്ഷേമ പ്രവർത്തനത്തിലെ മലയാളികൾ ഒന്നടങ്കം വിപ്ലവം തീർത്ത കാരുണ്യ പ്രവർത്തനങ്ങളെ, കോവിഡ് കാലത്തിലെ കാരുണ്യ പ്രവർത്തനം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാരുണ്യ പ്രവർത്തനം, അതേപോലെ തന്നെ സസ്യലോകം, പക്ഷി, ജന്തുലോകം, ജീവികൾക്കിടക്ക് കാണിക്കുന്ന കാരുണ്യം, ഇങ്ങനെ എന്തൊക്കെ കാരുണ്യ ബോധവും ഹസ്തവും നിമിഷങ്ങളുണ്ടോ അതൊക്കെ ഈ 1% ഉള്ളിലാ വരിക. 1% ഉള്ളിൽ. അവിടെ അവസാനിച്ചില്ല. ആ 1% കാരുണ്യത്തിന്റെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാരുണ്യവും. മഴയായിരുന്നാലും അതേപോലെ തന്നെ കാലാവസ്ഥയായിരുന്നാലും ഭൂമിയായിരുന്നാലും ആകാശമായിരുന്നാലും ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ നൽകപ്പെട്ട കാരുണ്യം ഈ 1% ഉള്ളിലാണ്. അവ നമുക്കിടക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവും അള്ളാഹ് നിലവിൽ നൽകിയിട്ടുള്ള കാരുണ്യവും ഈ 1% അകത്താണ് വരുന്നത് എങ്കിൽ ബൈനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യർക്കും ജിന്നുകൾക്കും ഇടക്ക്, വൽ ബഹായിമി വൽ ഹവാമി, കന്നുകാലികൾക്കും ജന്തുക്കൾക്കും ഇടക്ക്, ഫബിഹാ യതആതഫൂൻ, അവർ അതുഫ് ആർദ്രത കാണിക്കുന്നത് അതുകൊണ്ടാണ്, വബിഹാ യതറാഹമൂൻ, അവർ പരസ്പരം കാരുണ്യം കാണിക്കുന്നത് ഈ 1% കാരുണ്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. വബിഹാ തഅതിഫുൽ വഹശു അലാ വലദിഹാ, ഒരു വന്യമൃഗം അതിന്റെ കുഞ്ഞിനോട് പോലും കാരുണ്യം കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയാണ് ചിന്തിക്കേണ്ടത്. വഅഖറല്ലാഹു 99 റഹ്മാ, 99% കാരുണ്യവും യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, യർഹമു ബിഹാ ഇബാദ, അവന്റെ അടിമകളെ, പരലോകബോധമുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു അതാ അന്ത്യനാളിൽ നീക്കി വെച്ചിരിക്കുകയാണ്. 99% കാരുണ്യം അന്ത്യനാളിലേക്ക് നീക്കി വെച്ചിരിക്കുക. പിന്നെ ഒരു ക്യാൻസർ ബാധിച്ച് മരിച്ചാലെന്താ, ഉരുൾപൊട്ടൽ മരിച്ചാലെന്താ, 1% കാരുണ്യം കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ 99% കാരുണ്യത്തിന്റെ വിശാലതയിൽ ഈ ലോകത്ത് പരീക്ഷണത്തിന് വിധേയമായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ഓഫർ എത്രയായിരിക്കും?
അവരുടെ ജീവിതത്തിന്റെ സാധ്യത എത്രത്തോളമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായി പരീക്ഷണങ്ങളെ നോക്കിക്കാണാൻ മതം പഠിപ്പിക്കുക, ആയാത്തുകൾ പഠിപ്പിക്കുക, ഹദീസുകൾ പഠിപ്പിക്കാൻ. ഇതൊന്നും ഇപ്പൊ ഇറങ്ങിയതല്ല, ഇതൊക്കെ എന്നോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകളിലും ആയത്തുകളിലും ഉള്ളതാണ്. പിന്നെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നെയും നിങ്ങളെയും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്യന്തികമായ അനുഗ്രഹത്തിന്റെ അർത്ഥത്തിൽ അത് നേടാനും അതിലേക്ക് പ്രവേശിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും വിശ്വാസവും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, പരീക്ഷണത്തിന്റെ ഏത് മേഖലയിലും നിന്നെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് പിടിച്ചു നിൽക്കാനും തൗഹീദി ബോധത്തോടെ മുന്നോട്ട് നീങ്ങാനും തവക്കുൽ നഷ്ടപ്പെടുത്താതെ ഈ ലോകത്തോട് നിന്നിൽ സദ്വിചാരം ഉറപ്പുവരുത്തി മരിച്ചു പിരിയാനും കഴിയുന്ന മുവഹിദുകളിൽ, അങ്ങനെയുള്ള മുത്തവക്കിലീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വന്നു ഭവിച്ച ദുരന്തങ്ങൾക്ക് നീ അതിജീവനം നൽകണമേ നാഥാ. അതിൽ നീ ഖൈർ നൽകണമേ നാഥാ. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായ അവരുടെ ജീവിതക്രമത്തിലേക്ക് എത്തുവാനുള്ള മാനസികമായ സ്ഥൈര്യവും അങ്ങനെയുള്ള ഒരു ചുറ്റുപാടും അവർക്ക് നീ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമുള്ള വേദനയും പരീക്ഷണവും ഞങ്ങൾക്ക് നീ നൽകരുതേ. നീ ഞങ്ങൾക്ക് നൽകുന്ന പരീക്ഷണത്തിലൂടെ ഇഹരത്തിലും പരത്തിലും അതിന്റെ ഒരു തുറവി, അന്തിമ വിജയം അവയിലൂടെ ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വന്നു ഭവിച്ച പരീക്ഷണത്തിൽ അതിന്റെ ഖൈറും ശർറും നിന്റെ സവിധത്തിലാണ് നാഥാ. ഞങ്ങളിൽ പലരും രോഗികൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ഡയാലിസിസിന് വിധേയമാകുന്ന ആളുകൾ, അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ്, അതല്ലാത്ത പലവിധ മാനസികമായ ബുദ്ധിമുട്ടുകളിലും ഞെരുക്കങ്ങളിലും വ്യതകളിലുമായി കഴിഞ്ഞുകൂടുന്നവർ, കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പലവിധ പ്രയാസങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുന്ന ഞങ്ങൾക്ക് എന്താണോ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശം, ഞങ്ങൾക്ക് വേണ്ട ശമനം, ആശ്വാസം, അല്ലാഹുവേ, നീ റഹീമാണ്, നീ വദൂദാൻ, നീ ഗഫൂറാൻ, നീ വിശ്വാസികളോട് റഹീം, അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ്. ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് നീ പോംവഴി നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹുവേ, ഇഹരത്തിൽ ഞങ്ങളെ നീ ഖൈറിലേക്ക് എത്തിക്കണമേ നാഥാ. അല്ലാഹുവേ, ആയുസ് ദൈർഘ്യം നീ ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ലഭിക്കുന്ന ആയുസ് ദൈർഘ്യത്തെ ആരോഗ്യത്തോടു കൂടിയിട്ട് ലഭിക്കപ്പെടുന്ന അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. ആരോഗ്യ സുസ്ഥിതിയുള്ള ആയുസ് ദൈർഘ്യം ലഭിക്കപ്പെടുന്ന അനുഗ്രഹീതരായ നിന്റെ ദാസീദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. ഹലാലായ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നീ സാഫല്യം നൽകണമേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സയും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും നീ ഫലപ്രദമാക്കി തീർക്കണമേ നാഥാ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥാ. അല്ലാഹുവേ, ദുരന്തങ്ങളിൽ അകപ്പെട്ട് വേർപിരിഞ്ഞവർക്ക് നീ ഷഹാദത്തിന്റെ ദറജ നൽകണമേ. അല്ലാഹുവേ, 10 മാസം പിന്നിട്ടിട്ടും ഇനിയും എങ്ങോട്ട് എന്ന നിലക്കാണ് ഗസ മണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ തന്ത്രമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെയും അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയും കുതന്ത്രങ്ങളെ തകർക്കാൻ പാകത്തിലാണ് നിന്റെ തന്ത്രങ്ങൾ നാഥാ. അല്ലാഹുവേ, നിന്റെ തന്ത്രങ്ങൾ നീ കാണിക്കണമേ നാഥാ. അല്ലാഹുവേ, സയനിസ്റ്റ് ലോബിയെ തകർത്ത് നിഷ്പ്രഭമാക്കുന്ന രൂപത്തിലെ ഇടപെടലുകൾ നീ കാണിച്ചു നൽകണമേ നാഥാ. അവിടെ കൊല്ലപ്പെട്ട ആളുകൾക്ക് നീ ഷഹാദത്തിന്റെ ദറജ നൽകി സ്വർഗീയ ലോകത്ത് സൽക്കാരം നീ സംവിധാനിച്ചു കൊടുക്കണമേ നാഥാ. അല്ലാഹുവേ, ഏത് പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും പിടിച്ചു നിൽക്കുവാനും സദ്വിചാരത്തോടെ ഈ ലോകത്തോട് വിട പറയാനും കഴിയുന്ന മുവഹിദുകളായ മുത്തവക്കിലീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അല്ലാഹുവേ, ധർമ്മനിഷ്ഠയുള്ള, സദാചാരബോധമുള്ള, തസ്കിയത്തുള്ള കുടുംബ സംവിധാനം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ. അല്ലാഹുവേ, നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും അങ്ങനെ വിശ്വാസത്തെ പുതുക്കാനും നിനക്ക് കൂടുതൽ കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കുവാനും സേവന നിരതരായി തീരുവാനും അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين. اللهم دمر وشتت ومزق أعداءك وأعداء السلم والسلام والتعايش والإسلام والمسجد الأقصى. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر موتانا في ويناد. اللهم اغفر موتانا في غزة. اللهم اغفر موتانا في أسرتنا. اللهم اغفر موتانا في أحبابنا. اللهم اغفر موتانا واشف مرضانا. ربنا تقبل دعاءنا. ربنا
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. شكرا لكم لحسن تعاونكم وسمعكم. السلام عليكم ورحمة الله.